സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചത്, സ്തോത്രം, കഴിഞ്ഞ രാത്രിയിലെന്നല്ല അതിന് മുൻപുള്ള രാത്രിയിലും നമ്മൾ ചിന്തിച്ചു തുടങ്ങിയ ടോപ്പിക് എന്ന് പറയുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ രണ്ടാം പകുതിയായ ഹർമഗദോൻ യുദ്ധത്തിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവിനെ കുറിച്ചാണ് നമ്മൾ സ്തോത്രം ചിന്തിച്ചുകൊണ്ടിരുന്നത്, പഠിച്ചുകൊണ്ടിരുന്നത്. ആ ഇറങ്ങി വരവിന് തൊട്ട് മുമ്പ് നടക്കേണ്ട കുറേ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സ്തോത്രം ചിന്തിക്കുവാൻ തുടങ്ങിയിരുന്നു. ഇന്ന് രാത്രിയിൽ നമ്മുടെ ശ്രദ്ധ ആ ഭാഗത്തേക്ക് തിരിക്കാം എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ച് തുടങ്ങിയത്. ഈ സ്വർഗത്തിൽ നിന്ന് കർത്താവ് വെള്ളക്കുതിരപ്പുറത്ത് ഇറങ്ങി വരുന്നതിന് മുൻപ് ഭൂമിയിൽ നടന്നിരിക്കേണ്ട ചില ക്രമീകരണങ്ങളുണ്ട്. ആ ക്രമീകരണങ്ങൾ മഹാപീഡന കാലത്തിൻ്റെ ഒടുവിൽ നടക്കേണ്ടുന്ന ക്രമീകരണങ്ങളാണ്. മഹാപീഡന കാലത്തിൻ്റെ ഒടുവിലും മഹാപീഡന കാലത്തിൻ്റെ തുടക്കത്തിലും പകുതിയിലുമൊക്കെയായി നടക്കേണ്ടുന്ന ചില ക്രമീകരണങ്ങളുടെ ഒടുവിലാണ് കർത്താവ് വെള്ളക്കുതിരപ്പുറത്ത് കയറി ഭൂമിയിലേക്ക് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിലേറ്റവും പ്രധാനപ്പെട്ട ക്രമീകരണം വ്യാജമതങ്ങളുടെ അവസാനമാണ്. സ്തോത്രം. ആ വ്യാജമതങ്ങളുടെ അവസാനത്തെക്കുറിച്ചാണ് 17-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിച്ചു തുടങ്ങിയത്, ചിന്തിച്ചു തുടങ്ങിയത്. വ്യാജമതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാ ഞങ്ങൾക്കിടയിലാണ് ദൈവമുള്ളത് എന്ന് പറയുന്ന ഒരുപാട് വ്യാജമതങ്ങളുണ്ട്. ആ വ്യാജമതങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് നിമ്രോദിൻ്റെ കാലത്താണ്, പ്രളയത്തിന് ശേഷം. പ്രളയത്തിന് മുൻപ് കയീൻ്റെ കാലത്ത് വ്യാജമതങ്ങൾ ഉണ്ടായിരുന്നു. കയീന് മുമ്പ് ആദാമ്യ വർഗത്തിൻ്റെ സൃഷ്ടിക്ക് മുൻപ് പാഴും ശൂന്യവുമായി കിടന്ന ഭൂമി പാഴും ശൂന്യവുമാകുന്നതിന് മുൻപുള്ള ആവാസ വ്യവസ്ഥയിലും ഒരാരാധനാ സംവിധാനം ഉണ്ടായിരുന്നു എന്ന് ചില തിസീസുകൾ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. അങ്ങനെ ആദ്യം മുതലുള്ള സാത്താൻ്റെ വീഴ്ച മുതലുള്ള ഒരേർപ്പാടാണ് വ്യാജമതങ്ങളുടെ അടിത്തറയിട്ട് വളർത്തുന്ന ഏർപ്പാട് എന്ന് പറയുന്നത്. വ്യാജമതങ്ങളുടെ ദൈവങ്ങൾ ധനവധിയായി ഭൂമിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിൽ വെളിപ്പെട്ട് വരാൻ പോകുന്ന ആ വ്യാജമതങ്ങളുടെ മൂർത്തിക്കാണ് സ്തോത്രം മിഥ്യാമൂർത്തി എന്ന് ദൈവത്തിൻ്റെ വചനം വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. മിഥ്യാമൂർത്തി എന്ന് പറഞ്ഞാൽ സാത്താനാൽ ഭരിക്കപ്പെടുന്ന എതിർ ക്രിസ്തുവാണ്. ആ മിഥ്യാമൂർത്തി എന്ന പ്രയോഗത്തിൽ വളരെയധികം കാര്യങ്ങൾ വിചിന്തനം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. എതിർ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി ഒരു മനുഷ്യനായിരിക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ കേവലം ഒരു മനുഷ്യനല്ല, ഒരു റോബോസാപ്പിയനായി ഇരിക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. റോബോസാപ്പിയൻ എന്ന് പറഞ്ഞാൽ സോഫിയ എന്ന റോബോസാപ്പിയനെ നമുക്കറിയാം. സിലിക്കോൺ ഉപയോഗിച്ച് തയ്യാറാക്കിയ മുഖചർമ്മം ഉള്ളതുകൊണ്ട് നമ്മുടേതുപോലുള്ള മുഖമായി തോന്നുന്ന ഒരു സൃഷ്ടിയാണ് സോഫിയ എന്ന് പറയുന്നത്. സോഫിയയ്ക്ക് ശേഷം ഹാൻസൺ റോബോട്ടിക്സ് എന്ന് പറയുന്ന സോഫിയയുടെ സൃഷ്ടിതാക്കളായ ആ കമ്പനി പിന്നെയും ഒരുപാട് റോബോട്ടുകളെ ഇങ്ങനെ പരീക്ഷിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതിവേഗത്തിൽ ചില പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്തോത്രം. കിഴക്കൻ യൂറോപ്പിൽ. അത് എന്തിനാണെന്നറിഞ്ഞാൽ എത്യോപ്യയിലെ ലാബുകളിലൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ച് ചേർന്ന് അതിവേഗത്തിൽ ചില കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടിയന്തിരമായി മനുഷ്യന് തുല്യനായ ഒരു റോബോട്ടിനെ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഏറെക്കുറെ ആ പരീക്ഷണങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. സ്തോത്രം. സോഫിയെക്കുറിച്ച് നമുക്കറിയാം. സോഫിയയുടെ അകത്തുണ്ടായിരുന്നത് വയറുകളും ഇരുമ്പ് സ്റ്റീൽ ഘടകങ്ങളും ഒക്കെയാണ്. മുഖത്ത് മാത്രമാണ് ഈ സിലിക്കോൺ മാസ്ക് ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ചർമ്മം പോലെ, നമ്മുടെ മുഖം പോലെ സോഫിയയെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ അതിനുശേഷം അവർ ഒറിജിനൽ കാർബൺ എഞ്ചിനീയറിങ്ങും പ്രോട്ടീൻ എഞ്ചിനീയറിങ്ങും ആരംഭിച്ച് അത് ഏറെക്കുറെ വിജയത്തിലെത്തി നിൽക്കുകയാണ്. പ്രോട്ടീൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ളതുപോലെ അതേ തലച്ചോറ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഗവേഷണ പരിപാടിയാണ്. കാർബൺ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങൾ കാർബണിക സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ എന്നല്ല, ഈ ഭൂമിയിൽ, ഈ പ്രകൃതിയിലുള്ള വൃക്ഷങ്ങളും സസ്യങ്ങളും മനുഷ്യരും പറവകളും മൃഗജാതികളും എല്ലാം അടക്കം ഈ ഭൂമിയിലുള്ളത് സകലതും കാർബണിക സംയുക്തങ്ങൾ കൊണ്ട്
നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവയാണ്. അങ്ങനെ ഈ കാർബണിക സംയുക്തങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും ഓരോ സൈസ് കാർബണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ നിർമ്മിതിക്ക് കണ്ണിനൊരു പ്രത്യേക തരത്തിലുള്ള കാർബണിക സംയുക്തങ്ങൾ, അതുപോലെ തന്നെ സ്തോത്രം വിവിധ ഭാഗങ്ങൾക്ക് വിവിധ തരത്തിലുള്ള കാർബണിക സംയുക്തങ്ങൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. ഈ നമ്മുടെ ശരീരം പോലെ തന്നെ ഒരു ശരീരം കാർബണിക സംയുക്തങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന പരീക്ഷണത്തിൽ അവരേറെക്കുറെ വിജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, കർത്താവ് ഹർമഗദോൻ യുദ്ധത്തിലേക്ക് ഇറങ്ങി വരുന്നതിന് തൊട്ട് മുൻപ് ഇവിടെ ഒരു വലിയ തകർച്ച സംഭവിക്കും. ഞാൻ പറഞ്ഞു, 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന വ്യാജ മതങ്ങൾ തകർന്നു പോകും. ബാബിലോണിയൻ ഫിലോസഫിയിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള വ്യാജമതങ്ങൾ തകർന്നു പോകും. അതോടൊപ്പം തന്നെ ബാബിലോൺ എന്ന പട്ടണവും, 18-ാം അധ്യായത്തിലെ വിഷയം ബാബിലോൺ എന്ന പട്ടണമാണ്. ആ പട്ടണത്തിൽ 18-14 നമ്മൾ ഇങ്ങനെ കാണുന്നു, ആ പട്ടണം അതിൻ്റെ പൂർണ്ണ രൂപത്തിലെത്തിക്കഴിയുമ്പോൾ അത് ഇന്ന് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വൻകിട ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നിരന്തരം നടക്കുന്നൊരു നഗരമായിരിക്കും. അവിടെ ഇന്ന് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ പോയാൽ നമുക്ക് കമ്പ്യൂട്ടറുകൾ വാങ്ങാൻ കിട്ടും, റോബോട്ടുകളെ വാങ്ങാൻ കിട്ടും, നിലം തുടയ്ക്കുന്ന റോബോട്ടുകളെ കിട്ടും, പാചകം ചെയ്യുന്ന റോബോട്ടുകളെ കിട്ടും, അങ്ങനെ പല വിധത്തിലുള്ള റോബോട്ടുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. എന്നാൽ സ്തോത്രം, വരാനിരിക്കുന്ന ബാബിലോൺ പട്ടണത്തിലെ, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ചാൾസ് ഡയർ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചതുപോലെ സദ്ദാം ഹുസൈൻ പണിതുകൊണ്ടിരുന്നതും പൂർത്തീകരിക്കപ്പെടാതിരുന്നതും എന്നാൽ വേഗത്തിൽ പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നതുമായ ആ ബാബിലോൺ പട്ടണത്തിനകത്തെ വലിയ വ്യാപാര കേന്ദ്രത്തിൽ സ്തോത്രം കൃത്യമായി മാനുഷദേഹം, മാനുഷ പ്രാണൻ ഇവയൊക്കെ വിൽപ്പനയ്ക്ക് വെക്കും എന്ന് 14-ാം വാക്യം 18-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം, പണ്ടൊക്കെ ആളുകൾ വിചാരിച്ചിരുന്നത് ഈ മെഡിക്കൽ കോളേജിൽ ഈ ശവങ്ങൾ കീറി മുറിക്കുന്നതിന് വേണ്ടിയിട്ട് ശവങ്ങൾ വിൽക്കുന്ന ഒരു ഏർപ്പാടായിരിക്കും അതെന്നാണ്. പണ്ടൊക്കെ വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിച്ച സകല ആളുകൾക്കും പല കാര്യങ്ങളിലും പിടിപ്പുകേട് പറ്റിയിട്ടുണ്ട്. കാരണം ശാസ്ത്രം ഇന്നത്തെ പോലെ അന്ന് വികസിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് കിട്ടിയതുപോലെ അന്നത്തെ അറിവ് വെച്ച് പല വിഷയങ്ങളും വ്യാഖ്യാനിച്ചു. എന്നാൽ ശാസ്ത്രം പുരോഗമിക്കും തോറും പുത്തൻ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതനുസരിച്ച് വെളിപ്പാട് പുസ്തകം അങ്ങനെ അതിൻ്റെ വ്യാഖ്യാന തലങ്ങളിൽ ഉയർന്നുയർന്നു വരികയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ സത്യം അല്ലേ, ഇതാണ് അതിൻ്റെ സത്യം അല്ലേ? നമ്മൾ ചോദിക്കുന്ന വിധത്തിൽ ഓരോ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും വരുന്നതനുസരിച്ച് വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാന തലങ്ങൾ വ്യത്യസ്തപ്പെട്ട് വരികയാണ്. ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും അതിന് മീതെ ബൈബിൾ നിലകൊള്ളുമെന്നതിൻ്റെ ഒരടയാളമാണത്. സ്തോത്രം, മനുഷ്യൻ്റെ അറിവ്, മനുഷ്യൻ്റെ വിജ്ഞാന വിസ്ഫോടനം ഒരു മഹാപ്രളയമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രളയം എത്ര ഉയർന്നാലും ദൈവവചനം എന്ന ബോട്ട് അതിൻ്റെ മീതെ നിൽക്കും എന്നുള്ളതാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം പറയാൻ പറ്റും? നമ്മൾ കൈവശം വെച്ചിരിക്കുന്ന തിരുവചനം, നമ്മൾ ചുമന്നുകൊണ്ടിരിക്കുന്ന തിരുവചനം ശാസ്ത്രത്തിൻ്റെയും സാംസ്കാരിക വളർച്ചയുടെയും തത്വശാസ്ത്ര അവബോധങ്ങളുടെ വളർച്ചയുടെയും മണ്ഡലങ്ങളിലൂടെ മനുഷ്യവംശം എത്ര പുരോഗമിച്ചാലും അതിനേക്കാളൊക്കെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്. നോഹയുടെ പെട്ടകം പോലെ ഏത് പ്രളയത്തിനു മീതെ ഈ പുസ്തകം നിലകൊള്ളുന്നത് പഠിച്ചു പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ പഠിച്ചു പരിശോധിക്കാത്തവരാണ് ഈ പുസ്തകത്തെ നിസാരവൽക്കരിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ വലിയ പ്രസക്തിയൊന്നും ഇല്ലെന്ന് ചിന്തിക്കുന്നത് ശാസ്ത്രം ശരിക്ക് പഠിക്കാത്തവരാണ്, വേദവചനത്തെ ശരിക്ക് പഠിക്കാത്തവരാണ്. സ്തോത്രം. അപ്പോൾ ഈ സ്തോത്രം, ഈ വരാനിരിക്കുന്ന ബാബിലോൺ പട്ടണത്തിനകത്തെ കച്ചവട ചന്തയിൽ അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ശരീരങ്ങൾ, മനുഷ്യ ശരീരങ്ങളുണ്ട് എന്നാണ് പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് ശരീരം കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന പരിപാടിയാണ്. കൃത്രിമമായി റോബോസാപ്പിയൻസിനെ ഉണ്ടാക്കിയെടുക്കുന്ന കാർബണിക സംയുക്തങ്ങൾ കൊണ്ട് ശരീരമുണ്ടാക്കി, പ്രോട്ടീൻ കൊണ്ട് തലച്ചോറുണ്ടാക്കി, കൃത്രിമമായി ശരീരമുണ്ടാക്കി ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കൊണ്ട് പോകാവുന്ന വിധത്തിലുള്ള ശരീരങ്ങൾ അന്ന് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ആ പട്ടണമാണ് തകർക്കപ്പെടാൻ പോകുന്നത്. ഒറ്റ മണിക്കൂർ കൊണ്ട് തകർക്കപ്പെടാൻ പോകുന്നത്. പുരാതന കാലം മുതൽ മനുഷ്യൻ്റെ കച്ചവട മേഖലകളെ കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ചിരുന്ന മഹാനഗരം ഒരു കാലത്ത് വ്യാപരിച്ചിരുന്നത് യത്ബാലിൻ്റെ ടൈർ, സീദോൻ നഗരരാഷ്ട്രങ്ങളിലാണെങ്കിൽ പിന്നീടത് ബാബിലോണിൽ സ്ഥിരപ്പെട്ട് വളർന്നു വന്ന് ഈ മഹാപീഡന കാലത്ത് അത് ബാബിലോണിലെ ഏറ്റവും ശക്തമത്തായ, ലോകത്തിലെ ഏറ്റവും ശക്തിമത്തായ പട്ടണമായി മാറുകയും അവിടെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ കച്ചവട കേന്ദ്രമായി മാറുകയും ചെയ്യും. മനുഷ്യൻ്റെ പ്രാണൻ അവിടെ വിൽക്കുമെന്നാണ് 14-ാം വാക്യം 18-ാം അധ്യായം സ്തോത്രം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്.
സംഭവിക്കുന്നത്. സ്തോത്രം. മനുഷ്യൻ്റെ പ്രാണൻ, കൃത്രിമമായി പ്രാണൻ ഉണ്ടാക്കാൻ ഇപ്പോൾ മനുഷ്യൻ അറിയാം. ജീവൻ കൃത്രിമമായി സൃഷ്ടിക്കുന്നതിൽ മനുഷ്യൻ വിജയിച്ചിരിക്കുന്നു. ഓരോ നിമിഷം കഴിയുന്തോറും ഇത്തരം ഗവേഷണ പഠനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കണ്ടുപിടിക്കാത്ത കാര്യങ്ങൾ, അത്ഭുതകരമായ കാര്യങ്ങൾ നാളെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തിനാണ് ശാസ്ത്രം ഇങ്ങനെ വളരുന്നത്? എന്തിനാണ് ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നത്? നടക്കാൻ പോവുകയാണ് ചില പ്രവചനങ്ങൾ. ആ പ്രവചനങ്ങൾക്കനുസരിച്ച് ഉള്ള ക്രമീകരണങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി എതിർ ക്രിസ്തു കസേരയിൽ ഏറിയാൽ മതി. അതിനു മുൻപുള്ള സകല കാര്യങ്ങളും നിവർത്തിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഓർക്കാപ്പുറത്തൊരു കാര്യം നടക്കാൻ വേണ്ടി പോവുകയാണ്. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരാൻ വേണ്ടി പോവുകയാണ്. എത്ര പേർ ഒരുക്കപ്പെട്ടിട്ടുണ്ട്? പലർക്കും വിശ്വാസമില്ലെന്ന് എനിക്കറിയാം. ഇത് പലരും അതിനെ അംഗീകരിക്കുന്നില്ലെന്ന് എനിക്കറിയാം. എന്നാൽ അതൊരു ചരിത്ര സത്യമാണെന്ന്, അത് സംഭവിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് കണ്ടതുകൊണ്ടാണ്. സ്തോത്രം. ഞാനത് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് വരരുത്. ആ നാളൊരു കണി പോലെ നമ്മുടെ ജീവിതത്തെ പിടിച്ചു എന്ന് പറയാൻ ഇടവരരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഒരുങ്ങാം. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ മിഥ്യാമൂർത്തി എന്നാണ് അതിന് പേര് പറയുന്നത്. അധർമ്മമൂർത്തിക്ക്, എതിർ ക്രിസ്തുവിന് മിഥ്യാമൂർത്തി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലാത്തത്. പതിര് പോലെ. പതിരും നെന്മണിയും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. പതിരിനകത്തൊന്നുമില്ല, മിഥ്യയാണ്. ആ കാണുമ്പോൾ അത് നെന്മണി പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. അത് നെന്മണിയുടെ കൂടെ കിടക്കുന്നു എന്നേ ഉള്ളൂ. സ്തോത്രം. മിഥ്യയാണ്. മനുഷ്യരൊക്കെ മിഥ്യയാണ്. മനുഷ്യരൊക്കെ വെറും നിഴലായി നടക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഞാൻ ആ തുടങ്ങി വെച്ച വേദഭാഗത്തിൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് ആ വേദഭാഗത്തിൻ്റെ തുടർച്ചയിലേക്ക് പോകാം എന്ന് വിചാരിക്കുകയാണ്. പരിശുദ്ധാത്മാവില്ലാത്ത മനുഷ്യൻ പൂർണ്ണനല്ല. 666 എന്നാൽ എന്താണെന്ന് നമുക്കറിയാമെന്ന് ഞാൻ കരുതുകയാണ്. അത് മനുഷ്യൻ്റെ സാങ്കേതിക പൂർണ്ണതയാണ്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ 6 ദൈവത്തിൻ്റെ വചനത്തിൽ. സ്തോത്രം. വേദപുസ്തകം അത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. 6ൻ്റെ ഒരുപാട് വിശദീകരണങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ കിടക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാകും. അത് അതിൻ്റെ ശരിക്കുള്ള മീനിങ്, അതിൻ്റെ ശരിക്കുള്ള അർത്ഥം നമുക്ക് മനസ്സിലാകണമെങ്കിൽ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മോണിസ്റ്റിക് ഫിലോസഫിയും കൂടെ അതിനോട് ചേർത്ത് പഠിക്കണം. അത് ഇന്ത്യൻ ഫിലോസഫിയിൽ, ഇന്ത്യൻ വിചിന്തന പീഠങ്ങൾക്കനുസരിച്ച് ചിന്തിച്ചാൽ മനുഷ്യനിൽ 6 ഘടകങ്ങളാണുള്ളത്. സ്തോത്രം. അത് പഠിക്കുമ്പോഴേ സ്തോത്രം യഹൂദനിൽ നിന്നുത്ഭവിച്ച ദൈവശാസ്ത്രത്തിൻ്റെ ശരിക്കുള്ള മീനിങ് മനസ്സിലാവൂ. മനുഷ്യനിൽ 6 ഘടകങ്ങൾ ആണുള്ളത്. ഈ 6 ഘടകങ്ങളുടെ പൂർണ്ണതയാണ് 3-6. ഈ 3-6ൻ്റെ കളി ദൈവവചനത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പാടുകാരന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപേ, എത്രയോ 1000 വർഷങ്ങൾക്ക് മുൻപേ ആ മർമ്മം ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. 6ൻ്റെ മർമ്മം. മനുഷ്യൻ 6 ആ 6 ഉള്ള മനുഷ്യൻ പൂർണ്ണനാകാൻ 666 ആകണം. 666. അതുകൊണ്ടാണ് മഹർഷിമാരൊക്കെ ഈ ധ്യാനം നടത്തുമ്പോൾ അവർ യോഗമുദ്രയിലിരിക്കുന്നത്. മഹർഷിമാർ യോഗമുദ്രയിലിരിക്കുന്നതാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരു യോഗദണ്ഡിൽ കൈവച്ചാണ് അവരിയ്ക്കുന്നതെങ്കിലും യോഗമുദ്രയിലിരിക്കും. യോഗമുദ്ര എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇവൻ 6ൻ്റെ പൂർണ്ണതയിലേക്ക്, ഇത് ശരിക്കും 666. ഈ വിരലിങ്ങനെ പിടിച്ചാൽ, ഈ വിരലുകൾ അതിൽ ചേർത്ത് വലിച്ചാൽ 666 എന്ന അടയാളം ആണ് കാണുന്നത്. നമ്മൾ പറയാറുണ്ട്, ആ കടയിലെ ചായ നല്ല ഉഗ്രൻ ചായ, ഫസ്റ്റ് ചായ എന്ന് നമ്മൾ പറയും. നമ്മളറിയാതെ കാണിക്കുന്ന ആ പൂർണ്ണതയെ കുറിക്കുന്ന, മാനവികതയുടെ ജഡബന്ധിതമായ പൂർണ്ണതയെ കുറിക്കുന്ന ഒരടയാളമാണത്. നമ്മളറിയാതെ കാണിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് നമുക്കത് പ്രശ്നമില്ല. എന്നാൽ ഫ്രീമേസണിസ്റ്റുകൾ ആ അടയാളം അറിഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നത്. സാത്താന്യ വഴിയിൽ ഞങ്ങൾ നിൽക്കുന്നവരാണ്, സാത്താനെ സേവിക്കുന്നവരാണ്. ഇവിടുത്തെ പുരാതന സന്യാസിമാരും ആരാധനയുമായി ബന്ധപ്പെട്ട്, ധ്യാനവുമായി ബന്ധപ്പെട്ട് അത് തന്നെയാണ് കാണിക്കുന്നത്. എക്യുമെനിക്കൽ ബൈബിൾ നോക്കിക്കൊണ്ടോ, എൻ്റെ കയ്യിൽ എക്യുമെനിക്കൽ കമൻട്രി എന്ന് പറഞ്ഞൊരു കമൻട്രി ഉണ്ട്. കർത്താവ് അനുവദിച്ചാൽ ഈ എക്യുമിനിസത്തിൻ്റെ ശരിക്കുള്ള ലക്ഷ്യം എന്താണെന്നും കൂടെ ഒന്ന് സൂചിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്.
ഈ എക്യുമെനിക്കൽ കമൻട്രിയിൽ അത് ഞാൻ എടുത്തുകൊണ്ട് വന്ന് കാണിക്കുമായിരുന്നു ക്യാമറയുടെ മുമ്പിൽ. പക്ഷേ എടുത്തുകൊണ്ട് വരാൻ അത് ബാഗിൽ കൊള്ളത്തില്ല. ഒരു വലിയ കമൻട്രിയാണ് ഈ എക്യുമെനിക്കൽ കമൻട്രി. എക്യുമെനിക്കൽ കമൻട്രിയുടെ, ബൈബിൾ കമൻട്രിയുടെ മുകളിൽ ഒരു ചിത്രമുണ്ട്, ഒരു വൃത്തത്തിലൊരു ചിത്രമുണ്ട്. ആ ചിത്രം പെട്ടെന്ന് നോക്കുമ്പോൾ സ്ക്വാറ്റ് ചെയ്തിരിക്കുന്ന, എന്ന് പറഞ്ഞാൽ ചമ്രം പടഞ്ഞ് ധ്യാനത്തിന് സന്യാസിമാരിയ്ക്കുന്നത് പോലെ ഇരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റേതെന്ന് പറയുന്ന ഒരു ചിത്രമാണ് എക്യുമെനിക്കൽ കമൻട്രിയുടെ മുമ്പിൽ തന്നെ കാണിച്ചിരിക്കുന്നത്. അതിൽ ഈ മുദ്ര 666 എന്ന മുദ്ര കാണിച്ചുകൊണ്ടാണ് ആ യേശുക്രിസ്തു എന്ന് ഇവർ പറയുന്ന വ്യക്തി അവിടെ ഇരുത്തിയിരിക്കുന്നത്. എക്യുമെനിസത്തിൻ്റെ ശരിക്കുള്ള ലക്ഷ്യം എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിനെ പോലും എതിർ ക്രിസ്തുവിന് അടിമയാക്കി മാറ്റുന്ന ഒരു പ്രത്യേക തത്വമാണത്. അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി പോകണമെങ്കിൽ സമയമെടുക്കും, വിശദീകരിക്കണമെങ്കിൽ സമയമെടുക്കും. തൽക്കാലം പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. 9 ആകുന്നതിന് മുൻപേ നമ്മുടെ വിലപ്പെട്ട സമയമാണല്ലോ. അതിനുശേഷം 9 കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിലപ്പെട്ട സമയമാണ്, വളരെ വളരെ വിലപ്പെട്ട സമയമാണ്. ഞാൻ ഓർക്കുന്ന 9 മണി കഴിഞ്ഞ് കർത്താവ് വന്നാൽ നമ്മൾ എന്നാ ചെയ്യുന്ന എൻ്റെ ഒരു ചിന്ത. കാരണം 9 മണി കഴിഞ്ഞ് നമ്മുടെ വിലപ്പെട്ട സമയമല്ലേ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്തെങ്കിലും ആകട്ടെ, ഏതായാലും നിങ്ങളുടെ വിലപ്പെട്ട സമയത്തെ ഞാൻ മാനിക്കുന്നത് കൊണ്ട് 9-ന് മുമ്പ്, അല്ലാതെ ചിലരൊക്കെ സ്റ്റേജിൽ പറയുന്ന പോലെ ഇന്ന് ചെറു താമസിച്ച് പോയാൽ മതി, ഇന്ന് 10 മണി കഴിഞ്ഞ് ഒറ്റയാണ് അനങ്ങി പോകരുത് എന്നൊന്നും പറയാനുള്ള റൈറ്റ് എനിക്കില്ല. കാരണം എല്ലാവരും സ്വതന്ത്രരാ. ഞാൻ നരകത്തിലേ പോകൂ എന്നൊരാൾ വാശി പിടിച്ചാൽ, അല്ല ഞാൻ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയ അടങ്ങൂ എന്നാർക്കും പറയാൻ പറ്റത്തില്ല. ഞാൻ സാത്താൻ്റെ കൂടെ നിൽക്കൂ എന്നൊരാൾ വാശി പിടിച്ചാൽ, ഇല്ല ഞാൻ നിന്നെ ദൈവത്തിൻ്റെ കൂടെ എത്തിക്കും എന്നാർക്കും വാശി പിടിക്കാൻ പറ്റില്ല എന്ന തത്വത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യം തിരഞ്ഞെടുക്കാനുള്ള അവകാശം നിങ്ങളുടേതാണ്. നിങ്ങളുടെ അവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും മാനിച്ചുകൊണ്ട് നിങ്ങളുടെ സമയത്തിൻ്റെ മേൽ നിങ്ങളുടെ അധികാരാവകാശങ്ങളെ മാനിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എങ്കിലും എനിക്ക് അത്യാവശ്യമായി അറിയിക്കേണ്ട ചില വസ്തുതകൾ എനിക്ക് അറിയിക്കേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. ഈ മിഥ്യാമൂർത്തി എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, അത് മിഥ്യയാണ്, ഒന്നുമില്ല. അപ്പം ഇത് 666 മാറിയാലും ആരാധിക്കുന്ന, സന്യസിക്കുന്ന, ധ്യാനിക്കുന്ന ഓരോ വ്യക്തിയുടെയും ലക്ഷ്യം 6 എന്ന ഘടകത്തിൽ നിന്ന് വ്യത്യാസമായി 6ൻ്റെ പൂർണ്ണതയിലേക്ക് ഞാൻ എത്തിച്ചേരണം എന്നുള്ളതാണ്. വിവേകാനന്ദൻ അതിനെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെ മൂർത്തികളുണ്ടാകും എന്നാണ്. ഒരു കുളത്തിൽ വെള്ളം വീണുകൊണ്ടിരിക്കുന്നത് മനസ്സിൽ കാണുക. നല്ല മഴവെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ കുളത്തിലേക്ക് ചെന്ന് നമ്മൾ നോക്കിയാൽ മഴവെള്ളം വീഴുന്നത് കൊണ്ട് കുമിളകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ കുമിളകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ നമ്മളറിയാം, ഇടയ്ക്കൊരു വലിയ കുമിള ഉണ്ടാകും. വലിയൊരു കുമിളയായിരിക്കും അത്. മഴവെള്ളം വീടിൻ്റെ ഇറയത്ത് വീഴുമ്പോൾ നോക്കിയാലും നമുക്കത് മനസ്സിലാകും അവിടെ വെള്ളത്തിന് കിടക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ. ഞാൻ ചെറുപ്പത്തിൽ നോക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ കുമിളകൾ പതപോലെ ഇങ്ങനെ ഉണ്ടാകുന്നതിനിടയ്ക്ക് ഒരു വലിയ കുമിള ഉണ്ടാകും. അപ്പോൾ വിവേകാനന്ദൻ അതിനെ വിശദീകരിച്ചത് ഇങ്ങനെയാണ്: 1000 വർഷത്തിലൊരിക്കൽ ഭൂമിയിൽ ജനിക്കുന്ന മഹാപ്രതിഭകളുണ്ട്. ബുദ്ധനെ പോലെ, ഗാന്ധിയെ പോലെ, കൃഷ്ണനെ പോലെ. ആ കൂട്ടത്തിലാണ് വിവേകാനന്ദൻ യേശുക്രിസ്തുവിനെയും ചേർത്ത് വച്ചിരിക്കുന്നത്. അതിനാണ് മൂർത്തി എന്ന് പറയുന്നത്. അങ്ങനെ ചരിത്രത്തിൽ വെളിപ്പെട്ടതിൽ ഏറ്റവും വലിയ മൂർത്തി വെളിപ്പെടാൻ പോവുകയാണ്. ആ മൂർത്തിക്ക് അധർമ്മ മൂർത്തി എന്ന പേര്. അതേസമയം ദൈവവചനം അവനെ വിളിക്കുന്നത് മിഥ്യാമൂർത്തി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെന്നർത്ഥം. കാരണം ഇത് എത്ര വളർന്നാലും 6 വരെ വളരും. ഇന്ത്യൻ ചിന്താധാരകളിൽ വെളിപ്പെടുത്തിയിട്ടുള്ള മനുഷ്യൻ്റെ 6 ഘടകങ്ങളുണ്ട്. മനുഷ്യൻ എന്താണ്? 6 ഘടകങ്ങളാണ്. ആ 6 ഘടകങ്ങളാണ് മനുഷ്യൻ. അതൊരു സത്യമാണ്. എന്നാൽ ഈ 6 ഘടകങ്ങളോടൊപ്പം 7ാമത്തെ ഘടകമായ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവ് അവൻ്റെ ഭാഗമായി മാറുമ്പോഴാണ് അവന് 7ാമത്തെ ഘടകം ലഭിക്കുന്നത്. 7ാമത്തെ ഘടകം ലഭിച്ചിട്ടുള്ളവർ മാത്രമാണ് പൊരുളുള്ള മനുഷ്യർ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ചിലർക്കെങ്കിലും മനസ്സിലാകുമായിരിക്കുമല്ലോ. കാരണം ചിലരെങ്കിലും ഈ തലച്ചോറ് വീട്ടിൽ വെക്കാതെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പോൾ 7ാമത്തെ ഘടകമായ പരിശുദ്ധാത്മാവില്ലാത്ത മനുഷ്യരെ ദൈവത്തിൻ്റെ വചനം വിളിക്കുന്നത് മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു.
വെറും നിഴലാണ്. എന്നാൽ നമ്മൾ നിഴലല്ല. കാരണം നമ്മൾ എത്ര വിദ്യാഭ്യാസം കുറഞ്ഞവരാണെങ്കിലും, എത്ര ബുദ്ധി കുറഞ്ഞവരാണെങ്കിലും, എത്ര ശക്തിയും കരുത്തും ടാലൻറ്റും കുറഞ്ഞവരാണെങ്കിലും, വീണ്ടും ജനനം പ്രാപിച്ചൊരു ദൈവത്തിൻ്റെ പൈതലാണ് നീ എങ്കിൽ ആ സ്തോത്രം, പരിശുദ്ധാത്മാവ് നിൻ്റെ അകത്ത് അധിവസിക്കുന്നുണ്ട്. ഈ ലോകത്തിലെ ഏത് ചക്രവർത്തിയേക്കാൾ പൊരുളാണ് നീ. ഈ ലോകം കണ്ട മഹാന്മാർ മുഴുവൻ നിഴലായി ശവക്കല്ലറകളിൽ കിടക്കുമ്പോൾ നീ പൊരുളായി കാത്തിരിക്കുകയാണ്. നിന്റെ നിലനിൽപ്പ് ഭൂമിയും ആകാശവും മാറിപ്പോയാലും നിലനിൽക്കുന്നൊരു നിലനിൽപ്പാണ് നമുക്കുള്ളത്. അതാണ് സ്തോത്രം പരിശുദ്ധാത്മാവ് എന്ന ആ 7ാം ഘടകം, ദൈവത്തെ 7ാം ഘടകമായി ചേർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിൻ്റെ മർമ്മം വളരെ വലുതാണ്. നമ്മൾ വേദപുസ്തകത്തിന് എതിരെ നിൽക്കുന്ന ശത്രുവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോഴാണ് ഇതിൻ്റെ വലിപ്പം മനസ്സിലാവുക. സ്തോത്രം. ഇപ്പോൾ ഗാസ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പം, ഇസ്രയേൽ ഇറാനിൽ ബോംബിടുമ്പം, സ്തോത്രം, ഇസ്രയേൽ ഹിസ്ബുള്ളയെ തകർക്കുമ്പോൾ ഞാൻ പ്രധാനമായും വെച്ച് കാണുന്ന ചാനൽ മീഡിയ 1 ആണ്. ആ ചാനൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അതോ അറിയത്തില്ലേ? ഒന്ന് പ്രതികരിക്കൂ പ്ലീസ്. നമ്മൾ മനോരമ കാണും, ക്രൈസ്തവർ കൂടുതലും മനോരമ ചാനൽ കാണും. അല്ല, മീഡിയ 1 കാണണം. മീഡിയ 1ലാണ് ഇസ്രയേലിനെതിരായി നിൽക്കുന്ന ആ ചാനൽ പരമാവധി ഡാറ്റ കളക്ട് ചെയ്ത് അതിൽ നുണ കലർത്തി പറയും. ആ നുണയുടെ ചരടങ്ങോട്ട് മാറ്റി കളഞ്ഞിട്ട് ബാക്കി കേട്ടാൽ നമുക്ക് കറക്റ്റായ കാര്യം മനസ്സിലാവും. ഇവരാ കൂടുതൽ ഡാറ്റ നമുക്ക് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇസ്രയേലിനെതിരാണെന്നേ ഉള്ളൂ. ഇതുപോലെ സത്യദൈവത്തിനെതിരായിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ നിരത്തി വയ്ക്കുന്ന ഒരു ഫിലോസഫിയാണ് മോണിസ്റ്റിക് ഫിലോസഫി എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് പഠിച്ചു നോക്കുമ്പോഴേ ഈ ദൈവം എത്ര വലിയവൻ എന്ന് മനസ്സിലാകും. ഈ പുസ്തകത്തിൻ്റെ അന്തർഭാഗം എത്ര ശ്രേഷ്ഠമായ വസ്തുതകൾ കൊണ്ടാണ് നിറയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകും. പല മന്ത്രങ്ങളും പ്രൈസ് ദി ലോർഡ് വേറെ ഭാഷകളിൽ ചൊല്ലുമ്പം ഏതാണ്ടൊക്കെയോ അതിനകത്തുണ്ടെന്ന് നമുക്ക് തോന്നും, അതിൻ്റെ മ്യൂസിക്കൽ അസിസ്റ്റൻസ് കൊണ്ട്. സ്തോത്രം. എന്നാൽ മലയാളത്തിലോട്ടത് വിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അതിനകത്തൊന്നുമില്ലെന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം ഏത് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്താലും അതിൻ്റെ ഓരോ വാക്കിലും വാക്യത്തിലും ജീവൻ ശക്തിപ്പെട്ട് നിൽക്കുന്നുണ്ടാകും. ഒരു ദിവസം കുറച്ച് മണിക്കൂറുകൾ ദൈവവചനം വായിക്കാൻ വേണ്ടി മാത്രം ഒന്ന് നീ സമയം വേർതിരിച്ച് നോക്കിക്കേ. അതിലെ ഗഹനമായ വിഷയങ്ങളൊന്നും നിനക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും നിന്റെ അകത്ത് ജീവനിൽ വലിയ വളർച്ച അനുഭവപ്പെട്ടത് കാണാൻ കഴിയും. നിന്റെ അകത്ത് ശക്തിക്ക് വ്യത്യാസം വന്നത് കാണാൻ കഴിയും. നിന്റെ മാനുഷിക അസ്തിത്വത്തിന് വലിയ വ്യത്യാസം വന്നത് കാണാൻ കഴിയും. വായിക്കുന്നവന്റെയും കേൾക്കുന്നവന്റെയും അകത്തേക്ക് ജീവൻ സന്നിവേശിപ്പിക്കുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് നമ്മൾ കൈവശം വച്ചിരിക്കുന്ന ഈ പുസ്തകം മാത്രമാണ്. മിഥ്യാമൂർത്തി എന്ന് പറഞ്ഞാൽ ദൈവമില്ലാത്ത മനുഷ്യരുടെ ആകത്തുകയാണ്, അതില്ലായ്മയാണ്. അതുകൊണ്ട് ലോകത്തിലെ മനുഷ്യരെ മുഴുവൻ ചിലർ പറയാറുണ്ട്, ഞങ്ങൾ ഇത്രയും പേരുണ്ട്, ഞങ്ങളെ അങ്ങോട്ട് തള്ളിക്കളഞ്ഞ ദൈവം നിങ്ങളെ 2 പേരെ മാത്രമേ കൊണ്ടുപോകുള്ളൂ എന്നാണ് നിങ്ങൾ പറയുന്നത്. അതിനെന്താ സംശയം? നോഹയുടെ കാലത്ത് എത്ര ദശലക്ഷം ജനം അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. ഒരു നോഹയും കുടുംബത്തെ മാത്രമേ ദൈവം കൊണ്ടുപോയുള്ളൂ. ഹാനോക്കിന്റെ കാലത്ത് എത്ര കോടി ജനമുണ്ടായിരുന്നു നമുക്കറിയത്തില്ല. ഒരൊറ്റ ഹാനോക്ക് മാത്രമാണ് എടുക്കപ്പെട്ടത്. അതൊരു മുൻകുറിയാണ്. ആരെയാണ് ദൈവം എടുക്കാൻ പോകുന്നത്? ആരെയാണ് നിത്യജീവനിലേക്ക് കർത്താവ് ചേർക്കേണ്ടതിന് മുദ്ര വെച്ചിരിക്കുന്നത്? ആരാണ് കർത്താവിന് പ്രിയമായവർ എന്നതിനെ സംബന്ധിച്ചുള്ള പാഠം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നൽകി വച്ചിരിക്കുന്നു. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയുടെ കാലത്തെ സംബന്ധിച്ച പരാമർശങ്ങളിലൂടെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ എന്ന് ആരും വിചാരിക്കരുത്. ദൈവവചനത്തിൽ മനോഹരമായ ഒരു വാക്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ജാതികളെ അവൻ തുലാക്കൊട്ടയിലെ ഒരു തുള്ളി പോലെ കണക്കാക്കുന്നു. തുലാക്കൊട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയാമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വയനാട്ടിൽ ഇഞ്ചിപ്പുല്ല്, തെരുവപ്പുല്ല് വാറ്റുന്നതിന് വേണ്ടി വയലോരത്ത് സ്തോത്രം വാറ്റുപര ഉണ്ടാക്കും. ആ വാറ്റുപരയ്ക്ക് ഈ വാറ്റുചെമ്പിനകത്തുനിന്ന് ഇങ്ങനെ സ്പൈറൽ ആകൃതിയിലുള്ളൊരു പൈപ്പ് പുറത്തേക്ക് വരും. ആ പൈപ്പ്
അതിനടുത്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ വീപ്പയുണ്ട്, മരം കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ വീപ്പ, 1000-4000 ലിറ്റർ വെള്ളം കൊള്ളുന്ന മരം കൊണ്ടുണ്ടാക്കിയ ഒരു വീപ്പയുണ്ട്. ആ വീപ്പയ്ക്കകത്തോട്ട് സ്പൈറൽ രൂപത്തിൽ ഈ പൈപ്പ് അങ്ങനെ ഇറങ്ങിപ്പോകും. ആ വീപ്പയുടെ ചുവട്ടിൽ നിന്ന് ഒരു ഓപ്പണിംഗ് ഉണ്ടാകും, പൈപ്പ് പുറത്തേക്ക് വരുന്ന ഒരു ഓപ്പണിങ്. ആ ഓപ്പണിങ്ങിലൂടെ തൈലച്ചട്ടി എന്ന് പറഞ്ഞൊരു ചട്ടി താഴെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവി ജലമായതും ഈ വെള്ളവും കൂടെ ഈ തൈലവും കൂടെ വന്ന് വീഴും. അങ്ങനെ അതിൻ്റെ പരിപാടി. അപ്പോൾ ഈ വാറ്റുചമ്പിനകത്ത് നിന്ന് പുറപ്പെടുന്ന അത്യധികം ചൂടുള്ള ഈ നീരാവി താഴേക്കിറങ്ങി ഈ സ്പൈറൽ പൈപ്പിലൂടെ ഈ വെള്ളത്തിലൂടെ കടന്നുപോയി ഈ ചട്ടിയിലെത്തുമ്പോഴേക്കും അത് തണുത്ത് ദ്രാവക രൂപത്തിൽ, നീരാവി തണുത്ത് ദ്രാവക രൂപത്തിലായി മാറിക്കഴിഞ്ഞിരിക്കും. അതിന് എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ വീപ്പയ്ക്കകത്ത് വെള്ളം നിറച്ച് വയ്ക്കും. എങ്ങനെയാ വീപ്പയ്ക്കകത്ത് വെള്ളം നിറയ്ക്കുന്നത്? അതൊരു കാഴ്ചയാണ്, ഞാൻ വിശദീകരിക്കാം. ഈ വീപ്പയുടെ തൊട്ടപ്പുറത്ത് ഒരു കുളം, വയലോരമായതുകൊണ്ട് നിറയെ വെള്ളമുള്ള ഒരു കുളം ഈ വീപ്പയുടെ തൊട്ടപ്പുറത്തുണ്ടാകും. ആ കുളത്തിന് കുറുകെ ഒരു മരത്തടി ഇട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ കുളത്തിൻ്റെ മുകളിൽ ഒരു സ്തോത്രം തടിപ്പലകകൾ കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടി ഇങ്ങനെ തൂക്കിയിരിക്കും. സ്തോത്രം. അതാണ് തുലാക്കൊട്ട. ഈ കുളത്തിൻ്റെ പടിയിൽ നടുവിലിട്ടിരിക്കുന്ന എഴുകയിൽ കയറി നിന്ന് ഈ തുലാക്കൊട്ട വെള്ളത്തിലേക്ക് ഇറക്കി പൊക്കിക്കൊണ്ടുവന്ന് ഈ വീപ്പയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ആ കാഴ്ച ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ തുലാക്കൊട്ട വെള്ളത്തിൽ മുക്കി പൊക്കി ഇങ്ങനെ കൊണ്ടുവരുമ്പം ഈ തുലാക്കൊട്ട തടിപ്പലകകൾ ചേർത്തടിച്ചുണ്ടാക്കിയതായതുകൊണ്ട് അതിൻ്റെ വിടവിൽ കൂടെ കുറേ വെള്ളം താഴേക്ക് പോകും. അപ്പം ഞാൻ ഓർക്കാറുണ്ട്, ഒത്തിരി വെള്ളം പോകുന്നുണ്ടല്ലോ, പക്ഷേ ഇത് കോരുന്നവൻ അത് ശ്രദ്ധിക്കാറില്ല. ഈ തുലാക്കൊട്ടയ്ക്കകത്തുള്ള വെള്ളം അവന്, സ്തോത്രം, വീപ്പയ്ക്കകത്ത് ചെല്ലുന്ന വെള്ളത്തിന് മാത്രമേ അവന് കണക്കുള്ളൂ. പുറത്തേക്ക് ഒഴുകി പോകുന്ന വെള്ളത്തെക്കുറിച്ച് യാതൊരു കൺസേണും അവനില്ല, യാതൊരു സങ്കടവും അവനില്ല. ആ ഒഴുകിപ്പോകുന്ന വെള്ളത്തിലെ ഒരു തുള്ളി പോലെ മാത്രമേ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്ത മനുഷ്യ ഗണങ്ങളെ ദൈവം കാണുന്നുള്ളൂ എന്ന തിരുവചനം പറയുന്നത്. അവരെത്ര കോടിയായിരുന്നാലും, ലക്ഷമായിരുന്നാലും, ആയിരമായിരുന്നാലും ദൈവവചനത്തിന്റെ വെളിപ്പാടുകളെ ഏറ്റെടുത്ത് അതിനനുസരിച്ച് ഒരുക്കപ്പെട്ട് കർത്താവിനെ സ്നേഹിച്ച് കാത്തു നിൽക്കാത്ത സകലരും, അത് സ്നാനപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിലും. ചിലർ പഠിപ്പിച്ചു വയ്ക്കുന്നത് ഇങ്ങ് മുങ്ങിയാൽ അങ്ങ് പോകുന്ന, അതൊന്നും ഇല്ലപ്പാ. കാരണം അങ്ങനെയൊക്കെ പറഞ്ഞ്, സ്തോത്രം, ഈ ദൈവം സ്നേഹമുള്ളവനാ, കരുണയുള്ളവനാ, കൃപയുള്ളവനാണെന്നൊക്കെ വാക്കൊക്കെ വാരി പിടിച്ചു കൊണ്ടുവന്ന് വേണം ഈ സഭയ്ക്കകത്തുള്ള ഒരിക്കലും ശരിയാവാത്തതിനെയൊക്കെ നിലനിർത്താൻ. കാരണം അവർ സഭയ്ക്കകത്തിരിക്കണം. സഭ പ്രസ്ഥാനത്തിൻ്റെ വകയല്ലേ, പ്രസ്ഥാനത്തിൻ്റെ വക. കർത്താവിൻ്റെ സഭയ്ക്കകത്ത് ഇതെല്ലാം ഇരിക്കുകയല്ല. എത്ര പേര് കർത്താവിൻ്റെ സഭ പണിയുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. കർത്താവിൻ്റെ സഭയുടെ അടിസ്ഥാന പ്രമാണം, സ്തോത്രം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും ഞാൻ വെട്ടിമാറ്റുന്നു. ഇന്ന് വരെ ഞാനൊരു സഭയിലും വെട്ടിമാറ്റൽ കണ്ടിട്ടില്ല. ചേർത്ത് നിർത്തുക, ദൈവസ്നേഹത്തിൽ ചേർത്ത് നിൽക്കുക, കർത്താവിൻ്റെ വലിയ കൃപയിൽ ചേർത്ത് നിൽക്കുക, അവൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ചേർത്ത് നിർത്തുക. കർത്താവാണ് പറഞ്ഞത്, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ ഞാൻ വെട്ടിക്കളയുന്നു. രാവിലെ, ഞായറാഴ്ച രാവിലെ കർത്താവ് ഇങ്ങോട്ട് വന്നിട്ട് വെട്ടുമല്ല. ഈ ശുശ്രൂഷിക്കാൻ ദൈവം തിരഞ്ഞെടുത്താക്കുന്നവരും പ്രസ്ഥാനമാക്കുന്ന ആൾക്കാരും, അങ്ങനെ 2 സൈസ് ആൾക്കാരുണ്ട്. ഇതിൽ ദൈവം തിരഞ്ഞെടുത്താക്കുന്നവൻ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിൻ്റെ മന്ത്രിസഭയിൽ കൂടി ദൈവത്തിൻ്റെ വചന വെളിപ്പാടുകൾ ദർശിച്ച് പ്രാപിച്ച് അതും കൊണ്ടാണ് ഞായറാഴ്ച വരുന്നേ. അവൻ പ്രസംഗിക്കുമ്പം ചിലർക്ക് അവിടെ ഇരിക്കാൻ പറ്റുകയില്ല. ഒരു 3-4 ആഴ്ചയൊക്കെ അവർക്ക് സഹിക്കാൻ പറ്റും. അവർ വിട്ടുപോകും. അതിനെ ഈ വെട്ടിക്കളയാന്ന് പറയാൻ. ഈ വിട്ടുപോയവൻ കത്തോലിക്കായി പോകത്തില്ല. കാരണം അടുത്ത ചർച്ചിലെ പാസ്റ്റർ ഇങ്ങനെ ചാക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവൻ അവിടുന്ന് ഏതാണ്ട് അറിയാം, പരസ്പരം അറിയാം. AG നാരൊക്കെ ഇളകാൻ സാധ്യതയുണ്ട്, ചർച്ച് ഓഫ് ഗോഡ് നാരൊക്കെ ഇളകാൻ സാധ്യതയുണ്ട്, ഷാരോനി നാരൊക്കെ ഇളകാൻ സാധ്യതയുണ്ട്, IPC നാരൊക്കെ ഇളകാൻ സാധ്യതയുണ്ട് എന്ന് വളരെ തന്ത്രപരമായി പഠിക്കാൻ ഇറങ്ങി നടക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വേല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്കാലത്തെ വേല ഒരു 1.5 വേലയാണ്. എൻ്റെ കർത്താവ് ഒരു 2-2.5 വേലയായിട്ട് വരുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചോണം. ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അപ്പോൾ സ്തോത്രം. അപ്പോൾ ദൈവമേൽപ്പിച്ച ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ അഭിഷിക്തൻ അങ്ങോട്ട് സംസാരിക്കുമ്പം അത് താങ്ങാൻ പറ്റാതെ വിട്ടുപോകും. ആര്? ഈ ഫലം കായ്ക്കാത്ത കൊമ്പ്. അപ്പം ഇത് പണ്ട്
ചൊവ്വേനേരെ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇത്രയും പ്രശ്നം വരത്തില്ല. ആദ്യം വെട്ടേണ്ടതൊന്നും വെട്ടാതെ നിർത്തി ഇപ്പോൾ സഭയ്ക്കകത്ത് മിക്കവാറും ഒക്കെ ഫലം കായ്ക്കാത്ത കൊമ്പുകളാണ്. അതിനിടയ്ക്ക് വല്ല ഫലമുള്ള കൊമ്പും ഉണ്ടെങ്കിൽ അതിനിരിക്കാൻ പറ്റാഞ്ഞിട്ട് അത് ചാടിപ്പോകും. ഒരല്ലേലിയ പറയാമെങ്കിൽ സ്തോത്രം സ്തോത്രം, അത് ചാടിപ്പോകും. ഹല്ലേലൂയ. അങ്ങനെയുള്ള വൃക്ഷത്തിന് ഒടുവിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഇനി നിന്നിൽ നിന്ന് ആരും ഒരു ഫലവും തിന്നാതെ പോട്ടെ. അങ്ങനെയുള്ള കൽപ്പന കിട്ടി ഇരിക്കുന്നവരാണ് ഇന്നത്തെ ഒരു 10, 70, 60, 70, 80 വർഷമൊക്കെ പഴക്കമുള്ള മിക്കവാറും നമ്മുടെ സഭകൾ. നിങ്ങൾക്ക് എന്നോട് ബുദ്ധിമുട്ട് തോന്നിയിട്ട് കാര്യമൊന്നുമില്ല, എനിക്ക് നിങ്ങളോട് സ്നേഹമേ ഉള്ളൂ. സ്വത്രം, ഒരു ബുദ്ധിമുട്ടുമില്ല. സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. കഴിഞ്ഞ ദീർഘമായ 90 വർഷങ്ങളോളമായി നമ്മുടെ സഭദേശത്തിൻ്റെ നടുവിൽ ദീപസ്തംഭം പോലെ നിൽക്കുകയാണ് എന്നാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. പറഞ്ഞാൽ ഏനക്കേടാവൂലോ എന്നോർത്ത് നമ്മൾ വിവരമുള്ളവൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ചിലതെങ്കിലും ഒന്ന് നീതിയിലേക്ക് തിരിഞ്ഞാൽ കൊള്ളായിരുന്നു എന്ന് വിചാരിച്ചാണ് ഈ ശുശ്രൂഷകൾ ഇവിടെ നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിരിക്കണം. നമുക്ക് തമാശ കളിക്കാനുള്ള സമയമല്ലത്. സമയം വളരെ അടുത്തു. സ്തോത്രം. സമയം അടുത്തതുകൊണ്ട് ഈ പുസ്തകം മുദ്ര വയ്ക്കാതെ വിട്ടേക്കുക എന്ന ഈ പുസ്തകത്തിൻ്റെ ദർശനം പ്രാപിച്ചിട്ട് ദൈവദാസനോട് ദൈവം പറയുന്നത്, സമയം വളരെ അടുത്തിരിക്കുന്നത് കൊണ്ട് ഈ ദിവസങ്ങളിൽ ഭയത്തോടും വിറയലോടും കൂടെ ദൈവത്തെ വ്യവസ്ഥ പ്രകാരം സേവിക്കേണ്ടതിനുള്ള സമർപ്പണം ദൈവജനത്തിൽ നിന്നുണ്ടാകും. എങ്കിൽ മാത്രമേ പുറത്തുനിന്നൊരു വ്യക്തി അകത്ത് കയറി വന്നിരിക്കത്തുള്ളൂ. ഒരു പുതിയ ആത്മാവ് അകത്ത് കയറണമെങ്കിൽ ദൈവം അനുവദിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ മിഥ്യാമൂർത്തി നശിക്കുന്നതിന് മുൻപേ മിഥ്യയായ വ്യക്തികളുടെ ഒരു വലിയ കൂട്ടമുണ്ടായിരിക്കും. അത് നോഹയുടെ കാലം പോലെ അന്നത്തെ ആയിരക്കണക്കിനോ 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ ജനത്തെപ്പോലെ ഒരു കൂട്ടം. അതിൽ നിന്നൊരു ചെറിയ ഓഹരി മാത്രം രക്ഷിക്കപ്പെടും. ആ ചെറിയ ഓഹരിക്കകത്ത് ഞാൻ ഉണ്ടാകണമേ കർത്താവേ, അതിൽ ഞാൻ ഉണ്ടാകേണ്ടതിന് എന്നോട് ദയ കാണിക്കണമേ എന്ന് നിലവിളിയോടും കരച്ചിലോടും ഞരക്കത്തോടും തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയയാഗത്തോടും കൂടെ ഈ ദിവസങ്ങളിൽ ഇരുന്നെങ്കിൽ നമ്മൾ ഭാഗ്യമുള്ളവരായി മാറിയാനെ. എന്താണ് പറയുന്നത്, എന്താണ് കാണുന്നത്, ആരൊക്കെയാണ് വരുന്നത് എന്നിങ്ങനെ നിരീക്ഷിക്കുന്ന മനസ്സുമായിട്ട് ഒരു വ്യക്തി പോലും ഇവിടെ ഇരിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അവിടുന്ന് എന്നോട് എന്താണ് സംസാരിക്കാൻ പോകുന്നത് കർത്താവേ, അത് സംസാരിക്കണമേ എന്നുള്ള ഹൃദയം തകർന്ന നിലവിളിയോടെ ഇരിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ദൈവമേ ഇന്ന് രാത്രി ജനത്തെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹൃദയ തകർച്ചയോടെ നിലവിളിയോടെ എന്നെ നഷ്ടപ്പെടുത്താൻ അനുവദിക്കരുത്, ഞാൻ നഷ്ടപ്പെട്ടു പോകരുത് കർത്താവേ എന്നിങ്ങനെ നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ജീവിതങ്ങളായിരുന്നെങ്കിൽ. അപ്പോൾ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ നിന്ന് 17-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിച്ചു മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് ഈജിപ്ഷ്യൻ കാലഘട്ടങ്ങൾ മുതൽ തന്നെ ഈ വ്യാജമതം, ഈ മിഥ്യാമതം, യഥാർത്ഥ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മതം അങ്ങനെ ചക്രവർത്തിമാരുടെ നേതൃത്വത്തിൽ ഭരണം നടത്തി വന്നിരുന്നു. ആ മതം ഒടുവിൽ ക്രിസ്തു മതത്തിനകത്തേക്ക് വന്നു. 7 മലകളുടെ മേൽ അത് അധിവാസം ഉറപ്പിച്ചു. ആ മതത്തെക്കുറിച്ച് പറയുന്നത് വായിക്കാം നമ്മൾ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. 17-ന്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 10-ാം വാക്യം ആദ്യം വായിക്കാം. അവ 7 രാജാക്കന്മാരുമാകുന്നു, 5 പേർ വീണുപോയി. 5 പേർ വീണുപോയി. ആരൊക്കെ 5 പേർ വീണുപോയത്? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. വായിക്കാം. ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. ഒരുത്തനുണ്ടെന്ന് പറയുന്നത് റോമാ സാമ്രാജ്യമാണ്. മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞോന്നിരിക്കേണ്ടതാകുന്നു. അവൻ കുറെ ഇരിക്കേണ്ടതാകുന്നു. കുറഞ്ഞോന്നു എന്ന് ദൈവവചനം പറഞ്ഞാൽ അതിനർത്ഥം കുറെ കാലം. യോഹന്നാന്റെ സമയത്ത് ആ മറ്റവൻ വന്നിട്ടില്ല. യോഹന്നാന്റെ കാലത്തിന് ശേഷം ആ മറ്റവൻ വന്നു. അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ ആ മറ്റവൻ വന്നു.
AD 378 ദമസ്യൂസ് എന്ന ബാലിന്റെയും അക്ഷരാപ്രതിഷ്ഠയുടെയും ആരാധനക്കാരായവർ സഭയ്ക്കകത്ത് കയറി കർമ്മേൽ ഗ്രൂപ്പ് ഉണ്ടാക്കി. ഗ്രേഷ്യൻ ചക്രവർത്തി അഴിച്ചുവെച്ച പൊന്തിഫസ് മാക്സിമസ് കുപ്പായം വാങ്ങി അതിട്ടിട്ട് സഭയുടെ പരമാധ്യക്ഷനായി മാറി. അന്ന് മുതൽ ക്രിസ്തു സഭ വ്യാജസഭയാകാൻ തുടങ്ങി. ഇന്ന് ലോകത്തിൽ ഏറ്റവും വലുതായി നമ്മൾ കാണുന്ന ക്രിസ്തു സഭ വ്യാജസഭയാകാൻ തുടങ്ങി. അതിനെ മഹാവേശ്യ എന്ന് വിളിച്ചിരിക്കുന്നു. കാരണം എന്താ? ഇതെല്ലാം കൂടെ ചേർത്തോണ്ടാവുമെന്ന്. ബാബിലോണിലെ ആചാരങ്ങൾ മുഴുവൻ കൂടെ ചേർത്തു. ഇവിടെ അതിനെ മാമോദീസ മുക്കി വേറെ പേര് കൊടുത്തു. അതുകൂടാതെ ഇപ്പം ഇതാ പുരോഹിതന്മാർ ഈ അമ്പലത്തിൽ കയറി വിഗ്രഹത്തെ തൊഴുന്ന പുരോഹിതന്മാരുണ്ട്. ഓണം നമ്മുടെ ഉത്സവമാണെന്ന് പറയുന്ന പുരോഹിതന്മാരുണ്ട്. ഇപ്പോഴിതാ സ്തോത്രം, നമുക്കറിയാം ഈ മുൻപിരുന്ന മാർപ്പാപ്പ എന്താ പറഞ്ഞത്? മുൻപിരുന്ന മാർപ്പാപ്പ പറഞ്ഞ വാചകങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാചകമാണ്. പ്രവചന നിവൃത്തിയാണ് അതൊക്കെ. അധർമ്മമൂർത്തിയിലേക്ക് ഒഴുകിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള സകല ലക്ഷണങ്ങളും അദ്ദേഹം പ്രദർശിപ്പിച്ചിരുന്നു. അദ്ദേഹം ഏറ്റവും അധികം ഉത്കണ്ഠപ്പെട്ടത് അമേരിക്കയിലെ കർദിനാൾമാരോട്, ബിഷപ്പുമാരോട് ഒക്കെ അദ്ദേഹം വളരെ സീരിയസ് ആയി പറഞ്ഞത്, നിങ്ങൾ ഗാസയിലെ കൂട്ടക്കുരുതി, പലസ്തീനികളുടെ ഗാസയിലെ ഹമാസിനെതിരെയുള്ള ആ കൂട്ടക്കുരുതി, ഇസ്ലാമിക വിശ്വാസികളെ കൂട്ടക്കുരുതി ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കഠിന പ്രയത്നം ചെയ്യണം. PP ജെയിംസ് 24 ചാനലിൽ വന്ന് അങ്ങനെയാണല്ലോ പറയുന്നത്. ഗാസയിൽ പിന്നെയും 60-70 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിൽ 40 പേരും സ്ത്രീകളും കുട്ടികളുമാണ്, കുറച്ച് ഗർഭിണികളും. അങ്ങനെ എന്നും കരഞ്ഞു മെഴുകുവാണ്. ആളുകളെ ആരും കൊല്ലുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് ഞാൻ ആദ്യം പറയാം. കാരണം ക്രിസ്തീയ വ്യവസ്ഥ അനുസരിച്ച് ആരും ആരെയും കൊല്ലുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു നിമിത്തം യഹൂദന്മാർ ശത്രുക്കളാണ്. എന്നാൽ പിതാക്കന്മാർ നിമിത്തമോ പ്രിയന്മാർ. റോമാലേഖനം പഠിക്കണം, അപ്പോഴേ മനസ്സിലാവും. ക്രിസ്തു നിമിത്തം ശത്രുക്കൾ, പക്ഷേ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. ഇത് രണ്ടും നമ്മൾ കാണണം. ക്രിസ്തു നിമിത്തം യഹൂദൻ ശത്രുവാണ്. അവൻ ചെയ്ത അതാ, കർത്താവിനെ കൊന്നു. അതുകൂടാതെ അക്രമങ്ങൾ കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുന്നു. അതിന് കാരണങ്ങൾ, ന്യായങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും സ്തോത്രം, ക്രിസ്തു നിയമം അതല്ല. അപ്പോൾ ക്രിസ്തു നിമിത്തം ശത്രുക്കളാണെങ്കിലും നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ എബ്രഹാം നിമിത്തം ദൈവത്തിന് പ്രിയന്മാർ. അതുകൊണ്ടാണ് നമ്മൾ യഹൂദനെ അനുഗ്രഹിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഈ മർമ്മം മനസ്സിലാകാത്ത ക്രൈസ്തവർ യഹൂദനെതിരെ തിരിഞ്ഞിരിക്കുകയായിന്ന്. ഒരുപാട് യഹൂദന്മാരെ മാർപ്പാപ്പന്മാരുടെ നേതൃത്വത്തിൽ കൊന്നുകളഞ്ഞിട്ടുണ്ട് നൈറ്റ് ടെംപ്ലാറുകളുടെ കാലത്ത്. ഒരുപാട് ചരിത്രങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അദ്ദേഹം പറഞ്ഞത് നോക്കണേ, നൈജീരിയയിൽ എന്തുമാത്രം ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്യുന്നു. ഒറ്റ മാർപ്പാപ്പ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ചൈനയിൽ സിയാൻജിങ്ങിൽ ഉയുഗുർ വംശജർ ആയിട്ടുള്ള മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തു കളഞ്ഞു ചൈന. എത്ര പേരെയാ കൊന്നെന്നറിയോ? അവിടെ ഉണ്ടായിരുന്ന 80% മനുഷ്യരെ കൊന്നുകളഞ്ഞു ചൈന. ഒരൊറ്റ വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്തില്ല. ഒരു മാർപ്പാപ്പയും കരഞ്ഞില്ല. ഒരു ലോക നേതാവും കണ്ണുനീര് പൊഴിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലെ വടക്കേ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ആയിരക്കണക്കിന് ക്രൈസ്തവർ ജയിലിൽ കിടക്കുന്നു കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചതുകൊണ്ട്. ആരും കണ്ണുനീരൊഴുക്കിയില്ല. ഒറീസ എന്ന സംസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മിഷണറിമാരുടെ ശവപ്പറമ്പെന്ന ഒരു മാർപ്പാപ്പയും കണ്ണീരൊഴുക്കിയില്ല. അപ്പോൾ എന്താ മാർപ്പാപ്പയുടെ ലക്ഷ്യം? ക്രൈസ്തവതയോ ക്രിസ്തുവോ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട യാതൊന്നും അവരുടെ സബ്ജക്റ്റ് അല്ല. അവർക്ക് വേറൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ പോൾ തേലക്കാടൻ ഹമാസിന് അനുകൂലമായ ഒരു പ്രസംഗമാണ് മറൈൻ ഡ്രൈവിൽ വെച്ച് പ്രസംഗിച്ചത്. ആളുകൾ അമ്പരന്ന് പോയി. ഒരു ക്രൈസ്തവ പുരോഹിതൻ എങ്ങനെ ഇതിന് തയ്യാറാകും? ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നപ്പോൾ ആ ഗവൺമെൻറ്റിന് വേണ്ടി വോട്ട് ചെയ്യേണ്ട സമയമായപ്പോൾ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, ഏത് ഗവൺമെൻറ്റിനോടാണ് നിങ്ങൾക്ക് താല്പര്യം? ആര് വരുന്നതിനോടാണ്? അദ്ദേഹം പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വരുന്നതിനോടാണ് ഞങ്ങൾക്ക് താല്പര്യം എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന്, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഹ്യൂമനിസം ഉണ്ട്.
ഈ ഹ്യൂമനിസം എന്ന വാക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനുഷ്യത്വം എന്ന ഒരർത്ഥമാണ് തോന്നുക. അതങ്ങനല്ല. ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു വലിയ തിയറിയാണ്. നവോത്ഥാന ചിന്തകന്മാരുടെ, നവോത്ഥാന പിതാക്കന്മാരുടെ അടിസ്ഥാന ചിന്ത ഹ്യൂമനിസമാണ്. ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ മാനവികത എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ മനുഷ്യ കേന്ദ്രീകൃതം എന്നർത്ഥം. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഒരു ദൈവ പൈതൽ എന്താണ് എന്ന് പഠിക്കുമ്പോഴാണ് മനസ്സിലാവുക. ഒരു ദൈവ പൈതൽ ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ഒരു ദൈവ പൈതലിൻ്റെ കേന്ദ്രം ക്രിസ്തുവാണ്. ദൈവസഭയുടെ കേന്ദ്രം ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ. ആ വരി എനിക്കിഷ്ടമാണ്. കാരണം അങ്ങനെ അങ്ങോട്ട് അംഗീകരിച്ച് തരാനൊന്നും പറ്റുകയില്ല. എല്ലാം അങ്ങേ മഹത്വത്തിനായി, പുകഴ്ചയ്ക്കായി. അതങ്ങനെ ആക്കണേ കർത്താവേ. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അങ്ങനെയല്ലേ പറയുന്നത്, മാനവും മഹത്വവും അവിടുന്ന് എടുക്കും, നമുക്ക് കിട്ടുകയില്ല. എന്തൊക്കെ രസകരമാണ് ഇതൊക്കെ ചിന്തിച്ച് നിരീക്ഷിക്കണം നമ്മൾ. ഓരോരുത്തരുടെ മനസ്സ് ഏതൊക്കെ രൂപത്തിലായിരിക്കുന്നത്. സ്തോത്രം. മാനവികത എന്ന് പറഞ്ഞാൽ, ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ എല്ലാം മനുഷ്യന് വേണ്ടി എന്നർത്ഥം. അവിടെ ദൈവമില്ല, അവിടെ ദൈവത്തെക്കുറിച്ച് വിചാരിക്കുന്നില്ല. അപ്പൊ ദൈവമില്ലാത്ത, അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നിരുന്ന മാർപ്പാപ്പ പറഞ്ഞത്, ഒരു നല്ല മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കണമെന്നില്ല. എങ്ങനെ? യേശുക്രിസ്തുവിനെ നല്ല ഗുരു എന്ന് വിളിച്ചപ്പം അവൻ പറഞ്ഞത്, സ്തോത്രം, എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് എന്ത്? ദൈവമല്ലാതെ ആരും നല്ലവനില്ല, മനുഷ്യരിൽ ആരും നല്ലവനില്ല എന്ന് ദൈവവചനം പറയുമ്പോൾ മാർപ്പാപ്പ പറഞ്ഞതാ, ദൈവത്തെ വിശ്വസിച്ചില്ലെങ്കിലും ഒരുത്തന് നല്ലവനാകാം. അപ്പൊ ദൈവത്തെ എങ്ങനെയാ കണ്ടത്? പിന്നെ പണ്ട് മുതലേ മോണിസ്റ്റിക് ഫിലോസഫേഴ്സ് പറഞ്ഞു വരുന്നത് പോലെ നാനാത്വത്തിൽ ഏകത്വം. അതാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പമാരുടെ ഐഡിയോളജി. എന്ന് പറഞ്ഞാൽ പല വഴിക്കൂടെ ആളുകൾ വന്ന് ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുപോകും. ചിലർ തൊട്ടിക്കകത്ത് കൊണ്ടുപോകുന്നു, ചിലർ ബക്കറ്റിൽ കൊണ്ടുപോകുന്നു, ചിലർ കുടത്തിൽ കൊണ്ടുപോകുന്നു, ചിലർ കുപ്പി കൊണ്ടുപോകുന്നു. പല വഴിക്കൂടെ വന്ന് ഒരേ കുളമാണ്. ഈ കുപ്പി ബക്കറ്റും ഒക്കെ ഓരോ മതങ്ങളാണ്. സ്തോത്രം. എല്ലാ മതങ്ങളിലും ഈ ദൈവം തന്നെയാണുള്ളത് എന്ന അർത്ഥത്തിലേക്ക് വല്ലാതെ പരിഷ്കരിച്ച്, ആധ്യാത്മിക ചിന്തകളെ, ദൈവശാസ്ത്രത്തെ പരിഷ്കരിച്ച് വഷളാക്കി കളഞ്ഞ ഒരു മതത്തിൻ്റെ ചിത്രമാണ് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിങ്ങനെ തന്നെ വേദികളിൽ ആളുകൾ സംസാരിക്കാത്തത് കൊണ്ട്, ആളുകളെ പ്രീതിപ്പെടുത്തി പോകാൻ താല്പര്യപ്പെടുന്നത് കൊണ്ട് ഇതിൻ്റെ മർമ്മം പലർക്കും അറിയാതെ പോയി. എന്നാൽ എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ഇത് വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ ആളുകളുടെ ഇഷ്ടക്കേടോ പ്രതികരണത്തിലെ പ്രശ്നങ്ങളോ എന്നും കണക്കിലെടുക്കാൻ എന്നെ ദൈവം അനുവദിക്കുന്നില്ലാത്തത് കൊണ്ട് ഇന്ന് രാത്രി സത്യം വിളിച്ചു പറയാൻ താല്പര്യപ്പെടുന്നു. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? ദൈവമേ സംസാരിക്കണമേ എന്ന മനോഭാവത്തോടുകൂടെ ആയിരിക്കാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇനി ഒരുത്തൻ വരാനുണ്ട്. മറ്റവൻ, അവൻ വന്നാൽ കുറേ ഇരിക്കേണ്ടതാകുന്നു. ആ കുറേ ഇരിക്കുന്നവനിപ്പോൾ ഇരുന്നുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. താഴോട്ട് വായിക്കാം. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം, എട്ടാമത്തവനും 7 പേരിൽ ഉൾപ്പെടുന്നവനും തന്നെ, അവൻ നാശത്തിലേക്ക് പോകുന്നു. നീ കണ്ട 10 കൊമ്പ്. മനസ്സിലായല്ലോ? ഈ മൃഗം നരകത്തിലേക്ക് പോകാൻ സാത്താനാണ് എട്ടാമത്തവൻ. ഇവനെല്ലാം വഹിച്ചതിനെ എല്ലാത്തിനെയും കൂട്ടി ഇവൻ നരകത്തിൽ നിന്ന് വന്ന് നരകത്തിലേക്ക് പോകുവാണ്. എല്ലാത്തിനെയും കൂട്ടി അങ്ങ് പോകുവാണ്. ഇതിന്റെ പുറത്തിരിക്കുന്നവരും ഇതിന്റെ കൂടെ നടക്കുന്നവരുമൊക്കെ നാശത്തിലേക്ക് പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് 2000 വർഷങ്ങൾക്ക് മുൻപ് വെളിപ്പെടുത്തിയിരിക്കുന്നു. വായിക്കാം. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ. അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. അവർ 20 രാജത്വം പ്രാപിച്ചിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇനി നമ്മൾ 17-ന്റെ 16 കൂടെ ഒന്ന് വായിക്കാം. നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദോഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും. അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും. മതി. ഈ മതത്തിൻ്റെ, ഈ മതസംവിധാനങ്ങളുടെ നാശത്തിൻ്റെ ചിത്രമാണ് ഇത്. നമ്മളൊരു വസ്തുത മനസ്സിലാക്കണം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്, സ്തോത്രം, ഇതൊരൊറ്റ മതമായിട്ട് നിൽക്കുവല്ല. ക്രിസ്തുമതമെന്ന പേരിൽ ഒറ്റ മതമായിട്ട് നിൽക്കുവല്ല. ഇതിനിടയ്ക്ക് പല പണികളും നടന്നു. ചില കാര്യങ്ങൾ ഞാൻ പറയാം. ക്രിസ്തുമതത്തിനൊരു വിശാല ഐക്യം വേണമെന്ന് തോന്നിയ ഒരാൾ, ഒരു മെത്തഡിസ്റ്റ് സുവിശേഷകൻ,
ജോൺ മോട്ട് ഒരു സ്തോത്രം ക്രിസ്തുമത വിശ്വാസികളെല്ലാം ഒരുമിപ്പിച്ച് ചേർത്ത് ഒരു എക്യുമെനിക്കൽ പരിപാടി തയ്യാറാക്കാൻ ആഗ്രഹിച്ചു 1910. അത് ദൈവത്തിൻ്റെ പരിപാടിയാണ്. കാരണം ദൈവത്തിന് വേണ്ടാത്തവനെയൊക്കെ ആരെങ്കിലും ഒരുത്തൻ കയറി ഒന്ന് വിളിച്ച് ഒരുമിച്ച് കൂട്ടണമല്ലോ, തെളിയിച്ചു കൂട്ടണമല്ലോ. അതുകൊണ്ട് ജോൺ നോക്സിൻ്റെ പ്രവർത്തനങ്ങൾ സ്തോത്രം മോട്ടിൻ്റെ പ്രവർത്തനങ്ങൾ അതിശക്തമായിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി തുടങ്ങി. 1947 ആയപ്പം എന്ന് പറഞ്ഞാൽ 37 വർഷം കഴിഞ്ഞപ്പോൾ 44 രാജ്യങ്ങളിൽ നിന്നുള്ള സ്തോത്രം ഏതാണ്ട് 147 ക്രൈസ്തവ സംഘടനകളുടെ പ്രതിനിധികളെ ആംസ്റ്റർഡാമിൽ വിളിച്ച് ഒരു സമ്മേളനം നടത്താൻ കഴിഞ്ഞു. കണ്ടോ, കേവലം സ്തോത്രം 37 വർഷങ്ങൾ കൊണ്ട് അത് 44 രാജ്യങ്ങളിലെ ക്രൈസ്തവരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുന്ന ഒരു വൻകിട സംരംഭമായി വളർന്നു. എന്ന് പറഞ്ഞാൽ ഉപദേശം നമുക്കെല്ലാം ഒരുപോലെ ആയിരിക്കും. അതാണ് എക്യുമെനിസത്തിൻ്റെ പ്രത്യേകത. ആരും പ്രത്യേകിച്ച് ഒരു ഉപദേശം പറയേണ്ടതില്ല. നമ്മളെല്ലാം കർത്താവിനെ അംഗീകരിക്കുന്നു. പക്ഷേ ആ കർത്താവിൻ്റെ കാര്യമാണ് ഈ എക്യുമെനിക്കൽ കമൻട്രിയിൽ ഞാൻ കാണിച്ചു തന്നത്. വാസ്തവത്തിൽ അവർ മറ്റൊരു യേശുവിങ്കിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ അവർ ജീവദായകനായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ മാറ്റിക്കളഞ്ഞ് മറ്റൊരു യേശുവിൻ്റെ കൂടെയാണ് കൂടിയിരിക്കുന്നത്. സ്തോത്രം. ആദ്യമൊക്കെ മാർപ്പാപ്പ അതിനോട് യോജിക്കാതെ നിന്നു. ഒടുവിൽ 1965 മാർപ്പാപ്പ ഒരു വിശാല സഖ്യം വിളിച്ചുകൂട്ടി എല്ലാ ക്രൈസ്തവ സംഘടന. അപ്പം പെന്തക്കോസ്ത് സംഘടനകളൊക്കെ അതിനകത്തോട്ട് അങ്ങ് ലയിക്കാതെ കുറേ കാലമായിട്ട് വിട്ടു നിൽക്കുകയാണെങ്കിലും ഇപ്പം വലിയ ചില നേതാക്കന്മാരൊക്കെ ഒന്ന് ലയിച്ചാലെന്താ എന്ന് ചിലർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. വിഷമാണ് സ്തോത്രം പറയാനെന്ന് എനിക്കറിയാം. ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. മാത്രമല്ല സ്തോത്രം, പലരും കുപ്പായം ഇടാൻ പോയി. ശരിയാണല്ലോ. ആദ്യം വെള്ള ഷർട്ട് ഇട്ടു, പിന്നെ വെള്ള ഷർട്ടിന് നീളം കൂട്ടി ജുബ്ബയാക്കി ഇവിടം വരെ എത്തി. പിന്നീട് എന്ത് ചെയ്തു? അച്ഛൻ്റെ കുപ്പായം തന്നെ അങ്ങോട്ട് എടുത്തിട്ടു. പലരും കാരണം നമ്മളൊരു കുപ്പായം ഇട്ടാൽ എന്താണെന്നാ ചോദ്യം. നമുക്കങ്ങനെ ഒരു ഡ്രസ്സിൽ നിന്നാൽ എന്താണെന്നാ ചോദ്യം. സ്തോത്രം. കാരണം കുപ്പായത്തിന് നീളമുണ്ട്, ബഹുമാനം കൂടുതൽ കിട്ടും. പാന്റ് ഷർട്ട് വിട്ട് ഇൻ ചെയ്ത് നിൽക്കുന്ന ഒരു ദേവദാസന് കിട്ടുന്നതിനേക്കാളും ഒത്തിരി ബഹുമാനം ജുബ്ബായിട്ട ദേവദാസന് കിട്ടും. അപ്പൊ പിന്നെ ലോഹയിട്ട ദൈവ ശുശ്രൂഷകന് എത്ര വലിയ ബഹുമാനം കിട്ടും. അതുകൊണ്ട് പോയതാ. ഒരുപാട് പേര് പോയി, ഇനിയും പോകും. കാരണം ക്രിസ്തു ഉള്ളിലില്ലാത്തവനൊക്കെ ലോകത്തിൻ്റെ മാനത്തിനും മഹത്വത്തിനും ധനത്തിനും ലോകം തരുന്ന മോഹിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പോയിരിക്കും. അല്ല, കർത്താവ് ആരെയും പിടിച്ചു നിർത്താനൊന്നും പോകുന്നില്ല. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്നാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇതിൽ സഹിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പോപ്പിൻ്റെ നേതൃത്വത്തിൽ 65 വിശാല സഖ്യമായി. ആ വിശാല സഖ്യത്തിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി. എന്നിട്ട് എന്ത് ചെയ്തു? മറ്റു മതങ്ങളെ അതിനകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിലിപ്പോൾ വിജയിച്ചിരിക്കുക ഏറെക്കുറെ. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ കണ്ട വാർത്തയാണ്. വർക്കല ശിവഗിരിയിൽ നിന്ന് സമ്മേളനം നടത്താൻ സ്തോത്രം ഇവരെവിടെ പോയി? ഇറ്റലി പോയി. പോപ്പാണ് ഉദ്ഘാടനം ചെയ്തത്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ അത് കേട്ടിട്ട്? സ്തോത്രം. അവർ തമ്മിൽ നല്ല ധാരണയാണ്. നമ്മൾ പറയുന്നത് തന്നെയാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ പറയുന്നത് തന്നെയാണ് നമ്മൾ പറയുന്നത്. മോണിസ്റ്റിക് ഫിലോസഫിയാണ് ശിവഗിരിയിലെ സന്യാസിമാരുടെ കയ്യിലിരിക്കുന്നത്. അതേ ഫിലോസഫിയാണ് പോപ്പിൻ്റെ കയ്യിലും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കന്യാസ്ത്രീകൾ പ്രകൃതി ആരാധന നടത്തുന്നത്. അറിയാവോ? രാവിലെ എഴുന്നേറ്റ് മുറിക്കകത്തിരുന്ന് കണ്ണുകളടച്ച് അകക്കണ്ണുകൾ തുറന്ന് പ്രൈസ് ദി ലോർഡ് സ്വർഗസ്ഥനായ പിതാവിനെ ആത്മാവിൽ കാണാൻ ശ്രമിക്കുന്നതിന് പകരം രാവിലെ പ്രകൃതി ആരാധനയ്ക്ക് അവരിറങ്ങിപ്പോകുന്നു. അതൊക്കെ ഞാൻ വീഡിയോ ക്ലിപ്പുകളിൽ കണ്ടിട്ടുണ്ട്. പ്രകൃതി ആരാധനയ്ക്ക് ഇറങ്ങിപ്പോകുക എന്ന് വെച്ചാൽ പ്രകൃതിയെ കണ്ട്, പ്രകൃതിയെ ആസ്വദിച്ച്, പ്രകൃതിയുമായി മനസ്സ് താതാമ്യപ്പെട്ട് അങ്ങനെ പ്രകൃതി വന്ദനം. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ?
അത് പാന്തയിസമാണ്. പാന്തയിസം, പാനന്തയിസം എന്നൊക്കെ അറിയപ്പെടുന്ന മോണിസത്തിൻ്റെ, അദ്വൈതത്തിൻ്റെ അടിസ്ഥാനപരമായ കൺസെപ്റ്റാണ് ഈ കാണുന്നതെല്ലാം ദൈവമാണ്. പട്ടിയും പഴുതാരയും പൂച്ചയും എലിയും വിട്ടിലും പർവ്വതങ്ങളും മരങ്ങളും പുഴകളും മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും മൃഗങ്ങളും, ഇങ്ങനെ പ്രപഞ്ചത്തിലുള്ളത് സകലതും, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും എല്ലാം ദൈവമാണ്. പണ്ട് ചെറുപ്പത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ടായിരുന്നു. പാട്ടിൻ്റെ അർത്ഥം അന്ന് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ അന്ന് പാടിയിട്ടുണ്ട്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്നാ പാട്ട്. ആ പാട്ട് പാടുന്നില്ല, അത് വേറെ പാട്ടാണ്. സ്വത്രം അത് നമുക്ക് പാടാൻ കൊള്ളൂല. കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായേ ഇത് പാൻതീസമാണ്, പാനന്തീസമാണ്. ഇന്നത്തെ കത്തോലിക്ക സഭ വിശ്വസിക്കുന്നത് പാനന്തീസം അല്ലെങ്കിൽ പാന്തയിസം എന്ന പുരാതനമായ പ്രകൃതി ആരാധന ആ പൈശാചിക ആരാധനയ്ക്കകത്താണ്. ഇനി ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ വായിച്ചു പ്രൈസ് ദി ലോർഡ് സ്തോത്രം, ഈ 10 കൊമ്പ് 10 രാജാക്കന്മാരാകുന്നു. അവർ മൃഗത്തോട് ഒരുമിച്ച് അധികാരത്തിൽ വരും. ആ അധികാരത്തിൽ വരുന്നതിൻ്റെ ചിത്രമാണ് 13-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. 10 കൊമ്പും 7 തലയും. ശ്രദ്ധിക്കണേ, ഈ കൊമ്പുകളെക്കുറിച്ചും തലയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന വേറെ 2 ഇടങ്ങളിൽ 12-ാം അധ്യായത്തിലും അതുപോലെ തന്നെ 17-ാം അധ്യായത്തിലും ആദ്യം എഴുതിയിരിക്കുന്നത് 7 തലയും 10 കൊമ്പും എന്നാണ്. എന്നാൽ 13-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പം 10 കൊമ്പും 7 തലയും. അപ്പൊ 7 തലയുടെ പ്രസക്തി അവിടെ അവസാനിച്ചു, 10 കൊമ്പുകൾ പ്രസക്തമായി. എന്ന് പറഞ്ഞാൽ അത് 10 രാജാക്കന്മാരാകുന്നു. എന്ന് പറഞ്ഞാൽ 10 രാഷ്ട്രങ്ങളാകുന്നു ദശരാഷ്ട്ര സമിതി. സ്തോത്രം. 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ യൂറോപ്യൻ യൂണിയൻ ഉണ്ടായപ്പോൾ ദൈവദാസന്മാർ ഈ വേദഭാഗം എടുത്ത് വ്യാഖ്യാനിച്ചു. അതാ ഒരു ദശരാഷ്ട്ര സമിതി വരാൻ പോവുകയാണ്. ഇനിയും ചില രാജ്യങ്ങളും കൂടി അതിൽ ചേർന്ന് കഴിയുമ്പോൾ അത് 10 ആകും എന്ന് ദൈവദാസന്മാർ വിചാരിച്ചു, അങ്ങനെ പഠിപ്പിച്ചു. എന്നാൽ ഇപ്പം യൂറോപ്യൻ യൂണിയനിൽ 10 കഴിഞ്ഞ് ഒരുപാടായി. എന്നാൽ ഇതെങ്ങനെ മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കേണ്ടത് വേറെ വിധത്തിലാണ്. അവർ വേറൊരു പണി ചെയ്തിട്ടുണ്ട്. ഫ്രീമേസണിസ്റ്റുകളും തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആചാര്യന്മാരും ഇലൂമിനാട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കസേരയിൽ ഇരിക്കുന്നവരും ഒക്കെയാണല്ലോ ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഒരുമിച്ചൊരു തീരുമാനമെടുത്ത് ഒരു മാപ്പ് വരച്ചിട്ടുണ്ട്. ഈ ലോകത്തെ 10 പ്രൊവിൻസുകളായി തിരിച്ചൊരു മാപ്പ് അവർ വരച്ചിട്ടുണ്ട്. ആ 10 പ്രൊവിൻസുകളായിട്ട് ലോകത്തെ തിരിച്ച് അത് മുഴുവനും ഒരുത്തൻ ഭരിക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ആ ഭൂപടം വെച്ചിട്ട്, ഈ 10 പ്രൊവിൻസുകളുള്ള ഭൂപടം വെച്ചിട്ട് അതിൻ്റെ മുൻപിൽ ട്രയാങ്കിൾ വർഷിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം ഫ്രീമേസണിസ്റ്റുകൾ, സ്തോത്രം തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആൾക്കാർ ട്രയാങ്കിൾ വർഷിപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? ഈ 10 രാഷ്ട്രങ്ങളായി ലോകം വിഭജിച്ച് 10 രാഷ്ട്രം മാത്രമായി മാറുന്ന, ഇന്നത്തെ അതിർത്തികളൊക്കെ മാറിപ്പോയിട്ട് 10 രാഷ്ട്രം മാത്രമാകുന്ന ആ കാലത്ത് വന്ന് ഭരിക്കാൻ വേണ്ടി സാത്താനെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, നമ്മൾ കർത്താവേ വരിക എന്ന് പറയുന്നത് പോലെ അവർ സാത്താനെ ക്ഷണിച്ച് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനയാണ് ഈ ട്രയാങ്കിൾ വർഷിപ്പ് എന്ന് പറയുന്നത്. ഇത് ലോകത്ത് ഇന്ന് കോടിക്കണക്കിന് ജനങ്ങൾ രഹസ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, നിന്റെ കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് നിനക്ക് ഉത്സാഹമില്ലെങ്കിലും എതിർ ക്രിസ്തുവിന്റെ മടങ്ങിവരവിന് വേണ്ടി, അവൻ ലോക ഭരണത്തിൽ കയറുന്നതിന് വേണ്ടി ലോകം ആവലോടെ കാത്തിരിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാ. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ മടങ്ങിവരവിനെ നമ്മൾ എത്രയധികം ബന്ധപ്പെടുത്തി ഉത്സാഹിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി തയ്യാറാകണം. ഈ 10 രാജാക്കന്മാർ അഥവാ ഈ 10 കൊമ്പുകൾ, ചുരുക്കി പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയന്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് ചേരുന്ന ലോകത്തിൻ്റെ മുഴുവൻ അന്നത്തെ ഭരണ പങ്കാളികൾ, എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ പങ്കാളികളാകാൻ പോകുന്ന ആ ഒരു സമൂഹം, ഈ 10 പ്രൊവിൻസുകളുടെ തലവന്മാർ ഒരുമിച്ച് ചേർന്ന് ഈ മൃഗത്തിൻ്റെ മുകളിലിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് സ്തോത്രം സാത്താനാൽ ചുമക്കപ്പെടുന്ന ഈ വ്യാജ സഭയെ, ഈ വ്യാജ
സംവിധാനത്തെ, ഈ വ്യാജമത സംവിധാനത്തെ തള്ളിത്താഴെയിടുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഓർക്കണം. ആ സമയം അത് ലോകത്തിലെ എല്ലാ മതങ്ങളെയും വിഴുങ്ങിയിരിക്കും. നിങ്ങൾക്കറിയാവോ, എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് ക്രിസ്തുമതം ഉണ്ടാവില്ല, ഇസ്ലാം മതം ഉണ്ടാവില്ല, ഇന്ന് കാണുന്ന ഹിന്ദുമതത്തിൻ്റെ രൂപമുണ്ടാവില്ല. കർത്താവിൻ്റെ മണവാട്ടി പോയി കഴിഞ്ഞു. ബാക്കി എല്ലാ സംവിധാനങ്ങളും ഈ മോണിസ്റ്റിക് ഫിലോസഫിയിലേക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്ന് പോപ്പിൻ്റെ കീഴിലതൊക്കെ. ലോക പാർലമെൻറ്റ്, മത പാർലമെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഗതി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. സ്തോത്രം. 92 മത പാർലമെൻറ്റ് നടക്കുമ്പം ഈ സ്തോത്രം ഈ സഭകളുടെ എന്ന് പറഞ്ഞാൽ ഈ എക്യുമെനിക്കൽ സഭകളുടെ അതേ ഐഡിയോളജിയിൽ എല്ലാവരും ഒരുമിച്ച് സാത്താൻ്റെ പുറകെ പോയിരിക്കുകയാണെന്ന് ഞാനീ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇനി ഞങ്ങൾക്ക്, കാരണം യൂറോപ്പിൻ്റെ കഴിഞ്ഞകാല ചരിത്രം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. യൂറോപ്പിനെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്നത് AD 378 മുതൽ യൂറോപ്പിനെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്നത് മാർപ്പാപ്പയാണ്. മാർപ്പാപ്പയാണ് കിരീടം വെച്ച് ആശീർവദിക്കുന്നത്. മാർപ്പാപ്പയാണ് സകലത്തിൻ്റെയും ചക്രവർത്തി, രാജാക്കന്മാരുടെ മുകളിലാ. ഹിറ്റ്ലറിൻ്റെ ഒക്കെ ആരാധന എത്ര ഭയങ്കരമാണെന്നറിയോ? ഹിറ്റ്ലർ മാർപ്പാപ്പ ഒരു എഴുത്തയച്ചാൽ ഹിറ്റ്ലർ മുറിക്കകത്ത് കയറി മറ്റു വിളക്കുകളൊക്കെ കെടുത്തിയിട്ട് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിന്നാണ് മാർപ്പാപ്പയുടെ എഴുത്ത് ഹിറ്റ്ലർ വായിച്ചുകൊണ്ടിരുന്നത്. എത്ര ബഹുമാനമായിരുന്നറിയാമോ? അത്ര ദൈവസ്ഥാനത്തായിരുന്നു അന്നത്തെ യൂറോപ്യൻ ചക്രവർത്തിമാർ, രാജാക്കന്മാർ മാർപ്പാപ്പയെ കണ്ടിരുന്നത്. അവരുടെ തലയിൽ കിരീടം വെച്ച് അഭിഷേകം ചെയ്ത് അവരെ സ്ഥാനത്താക്കിയിരുന്ന ആള്, പ്രാർത്ഥിച്ചാക്കിയിരുന്ന ആള് മാർപ്പാപ്പയായിരുന്നു. എന്നാൽ ആ കാലം നവോത്ഥാനത്തിൻ്റെ മതനവീകരണത്തിൻ്റെ കാലത്ത് അതിന് മാറ്റം വന്നു. പല രാജ്യങ്ങളും പ്രൊട്ടസ്റ്റൻ്റ് രാജ്യങ്ങളായി. എന്തിനാ അങ്ങനെ ആയതെന്നറിയാമോ? പ്രൊട്ടസ്റ്റൻ്റ് ഉപദേശം കണ്ടിട്ടൊന്നുമല്ല, മാർപ്പാപ്പയുടെ അധികാരത്തിൻ്റെ കീഴിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് പല രാഷ്ട്രങ്ങളും എന്തായി മാറിയേ? പ്രൊട്ടസ്റ്റൻ്റുകാരായി മാറിയേ. ഇനി വരാനിരിക്കുന്ന കാലത്ത് സ്തോത്രം ഈ മതം എന്ന കൺസെപ്റ്റ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് മതത്തിൻ്റെ എല്ലാ അടയാളങ്ങളും, മതത്തിൻ്റെ എല്ലാ ചിഹ്നങ്ങളും, മതവുമായി ബന്ധപ്പെട്ട എല്ലാ അനുഷ്ഠാന അംശങ്ങളും, മതവുമായി ബന്ധപ്പെട്ട എല്ലാ ദൈവിക സിദ്ധാന്തങ്ങളും, ദൈവവുമായി ബന്ധപ്പെട്ട എല്ലാ നാമങ്ങളും പരിപൂർണമായി തുടച്ചു മാറ്റും ഈ ദശരാഷ്ട്ര സമിതി. യൂറോപ്യൻ യൂണിയന്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന 10 രാഷ്ട്രങ്ങളുടെ സമിതി എതിർ ക്രിസ്തുവിൻ്റെ കീഴിൽ മതവുമായി ബന്ധപ്പെട്ട സകലതും തുടച്ചു മാറ്റും. കാരണം ഇനി ഇതിൻ്റെ ആവശ്യമില്ല. കാരണം അവനാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. എതിർ ക്രിസ്തുവാണ് ദൈവമെന്ന് അംഗീകരിക്കപ്പെടുകയാണ്. അവനെ മാത്രം ആരാധിക്കുക എന്ന അവസ്ഥയിലേക്ക് വരുകയാണ്. അങ്ങ് ബാബേലിൽ പ്രൈസ് ദി ലോർഡ് സ്തോത്രം കൂശിന്റെ മകനായ നിമ്രോദ് ആരംഭിച്ച ആ കാര്യത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വരികയാണ് എതിർ ക്രിസ്തുവിന്റെ കാലത്ത്. ഹല്ലേലൂയ. ഞാനാണ് ദൈവം, അതാണ് അന്നത്തെ അവന്റെ പ്രസ്താവന. എല്ലാ ക്ഷേത്രങ്ങളിലും അവനായിരിക്കും പ്രതിമ, റോബോസാപ്യൻ പ്രതിമ, കാണാനും കേൾക്കാനും കഴിയുന്ന പ്രതിമ. എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും അവൻ്റെ പ്രതിമ, റോബോസാപ്യൻ പ്രതിമ, കാണാനും കേൾക്കാനും കഴിയുന്ന പ്രതിമ. മനുഷ്യനെ പോലെ ഇരിക്കും, ഒരു റോബോസാപ്യനായിരിക്കും. പ്രപഞ്ചം മുഴുവൻ, ലോകം മുഴുവൻ അവൻ ഒറ്റയ്ക്ക് ഭരിക്കും. തൻ്റെ റോബോസാപ്യൻ കോപ്പികളെ ഉപയോഗിച്ച് ഈ ലോകം മുഴുവൻ അവൻ ഒറ്റയ്ക്ക് ഭരിക്കുന്ന ആ കാലത്ത് ഇനി പേരിന് പോലും ഞങ്ങൾക്കൊരു ദൈവം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് റോമൻ കത്തോലിക്ക സഭയെ ക്യാൻസൽ ചെയ്ത് കളയും. ഇന്ത്യയുടെ മോണിസമായിരിക്കും അന്നത്തെ മതം. ഇന്ത്യക്കാരൻ അഭിമാനിക്കാം. ഇന്ത്യൻ ദാർശനികർക്ക് വെളിപ്പെട്ട അവർ ചിന്തിച്ചെത്തിയ മോണിസമായിരിക്കും അന്നത്തെ മതം. മോണിസം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാനാണ് ദൈവം, എന്തും ചെയ്യാൻ കഴിയുന്ന ഭരണാധികാരിയാണ് ദൈവം, രാജാവാണ് ദൈവം. ആ മോണിസത്തിലേക്ക് ലോകം ചെന്നുകൊണ്ടിരിക്കുകയാണ്. കയ്യിൻ്റെ കാലത്ത് പ്രബലമായത് ആ മോണിസമായിരുന്നു. എന്നാൽ സ്തോത്രം ആദാമിൻ്റെ മകനായ സേത്തിൻ്റെ കാലത്ത് യഹോവയുടെ ആരാധന തുടങ്ങി. പ്രളയകാലത്ത് അത് തകർക്കപ്പെട്ടു. പിന്നെയും അത് ആരംഭിച്ചു. അതങ്ങനെ മങ്ങി 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 മറപറ്റി കർത്താവിൻ്റെ വരവ് വരെ കഷ്ടതയ്ക്കകത്ത്, പട്ടിണിക്കകത്ത്, പരിശോധനയ്ക്കകത്ത് യഥാർത്ഥ വീണ്ടെടുപ്പ്
വീണ്ടെടുപ്പ് തിരഞ്ഞെടുപ്പ് പ്രാപിച്ച് ദൈവത്തിന്റെ ജനം അവന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളായി കൊണ്ട് രഹസ്യ ആത്മിക ജീവിതത്തിൽ വിജയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകം സാത്താന്റെ പിന്നിൽ അണിനിരന്നു കൊണ്ടിരിക്കുകയാണ്. ഇനി ശ്രദ്ധിക്കണം, ആ കാലത്ത് ഇപ്പൊ മതത്തിന് പ്രസക്തി ഇല്ലാതായി, മാർപ്പാപ്പയുടെ ഓഫീസിന് പ്രസക്തി ഇല്ലാതായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? വേറൊരു പരിപാടിയിലോട്ട് തിരിയും. അതാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 11 മുതൽ വായിക്കാം. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ടു. ഒരു സെക്കൻഡ് നിൽക്കണേ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ നമ്മൾ കാണുന്നത് എതിർ ക്രിസ്തു ഭരണത്തിലേക്ക്, ഈ ദശരാഷ്ട്ര സമിതിയുടെ സഹായത്തോടുകൂടെ ഭരണത്തിലേക്ക് വരികയാണ്. അവൻ ദൈവമാവുകയാണ്. ആ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ, എതിർ ക്രിസ്തു എന്ന ദൈവത്തിന്റെ പുരോഹിതനായിരിക്കുവാൻ, എതിർ ക്രിസ്തു എന്ന ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുവാൻ വരുന്നവന്റെ ചിത്രമായി കാണുന്നത്. വായിക്കാം. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പ് എന്ന് പറഞ്ഞാൽ കണ്ടാൽ കുഞ്ഞാടാണെന്ന് തോന്നും, എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ വ്യക്തിയാണെന്ന് തോന്നും, ആത്മീകൻ ആണെന്ന് തോന്നും, അഭിഷിക്തൻ ആണെന്ന് തോന്നും, ദൈവദാസൻ ആണെന്ന് തോന്നും, ദൈവത്തിന്റെ ശുശ്രൂഷകൻ ആണെന്ന് തോന്നും, യഹോവയുടെ പുരോഹിതൻ ആണെന്ന് തോന്നും. അതാണ് ഈ കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പ്. പക്ഷെ ഇവൻ സംസാരിക്കുന്നത് എന്താ? മഹാസർപ്പം എന്ന പോലെ. ആ മഹാസർപ്പം എന്ന് പറയുന്നത് 12-ാം അധ്യായത്തിൽ കാണുന്ന പാർട്ടിയാണ്. അത് സാത്താനാണ്. സ്തോത്രം. അപ്പം പുരോഹിതന്റെ വേഷമാ, പക്ഷെ സാത്താന്റെ വാക്കാവായി. ഇന്ന് രാത്രി ആ ധർമ്മത്തിന്റെ മർമ്മത്താൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ഈ ദേശത്തെ ജീവിതങ്ങൾക്കകത്ത്, ഇത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഇടയിൽ ആരൊക്കെ അധർമ്മത്തിന്റെ മർമ്മത്താൽ ചതിക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്കിടയിൽ രക്ഷയ്ക്കായി മുൻനിയമിക്കപ്പെട്ടിട്ടുള്ള സകല ജീവിതങ്ങളും കെട്ടഴിഞ്ഞ് കാഴ്ച പ്രാപിച്ച് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക്, അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ അടുക്കലേക്ക് മടങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞാട, പക്ഷെ മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. ഇത് തിരിച്ചറിയണേ, വേദപുസ്തകം പഠിക്കണം. ഈ പറയുന്നത് ദൈവം പറയുന്നതാണോ മഹാസർപ്പം പറയുന്നതാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ കാഴ്ചയിൽ പാസ്റ്റർ, പ്രവാചകൻ, ഉപദേഷ്ടാവ്, അപ്പോസ്തലൻ, സുവിശേഷകൻ, കാഴ്ചയിൽ വേഷത്തിൽ, പക്ഷെ സംസാരിക്കുന്നത് ദൈവത്തെ പോലെയാണോ മഹാസർപ്പത്തെ പോലെയാണോ? എന്താ സർപ്പം പറഞ്ഞത്? കർത്താവ് ഏദൻ തോട്ടത്തിൽ മഹാസർപ്പം വന്നല്ലോ, പഴയ പാമ്പ്. ഈ തോട്ടത്തിലെ പഴമൊന്നും നിങ്ങൾ തിന്നാൻ പാടില്ലെന്നാ കർത്താവ് പറഞ്ഞേക്കുന്നത്. കർത്താവ് അങ്ങനെയൊന്നും പറയത്തില്ല. കർത്താവ് സ്നേഹമുള്ളവനല്ലയോ, അതുകൊണ്ട് പഴം കംപ്ലീറ്റ് ഞങ്ങൾക്ക് തിന്നാം. പക്ഷെ എല്ലാം കാണുന്ന മരം ഉണ്ടല്ലോ, ഞാൻ കുറച്ച് നാളായിട്ട് നോട്ട വെച്ചിരിക്കുന്ന മരം, അതെന്ത് ചെയ്യരുത്, അത് തിന്നരുത്, അത് തൊടുക പോലും. അപ്പം മഹാസർപ്പം ഒന്ന് ചിരിച്ചു. വലിയ ബഹളമൊന്നുമില്ല കേട്ടോ പുള്ളി സംസാരിക്കുമ്പോൾ. കാരണം പുള്ളിക്ക് വലിയ ആവേശമൊന്നുമില്ല. കാരണം ദൈവത്തെക്കുറിച്ചുള്ള എരിവ് ഉള്ളവനല്ലേ. ദൈവത്തിൻ്റെ എരിവുള്ളവനെ ഈ ആവേശമുള്ളൂ. മറ്റവൻ ആവേശമൊന്നും, അവനെല്ലാവരോടും സ്നേഹമാണ്. എന്ത് സ്നേഹമാണ് പാഷയ്ക്ക്. വഴി വെച്ച് കണ്ടാൽ ചിരിക്കാതെ പോകത്തേ ഇല്ല. പാഷ പ്രസംഗിക്കുന്ന സമയമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും ഒരു, ശരിക്കും പറഞ്ഞാൽ എൻ്റെ പെണ്ണമ്മേ, ഞായറാഴ്ച ഞാൻ പോകുന്നത് തന്നെ ചിരി കാണാനാ. കണ്ടാൽ ഒരു സന്തോഷമാണ്, വേറൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നേ. പക്ഷെ കഴിഞ്ഞ ആഴ്ചയിലൊരുത്തൻ പ്രസംഗിക്കാൻ വന്നു, അവൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് പേടിയാവും. അവനൊന്ന് വഴക്ക് പറയുവാന്നേ. ഇടാവേ, അവൻ ദൈവത്തിൻ്റെ എരിവോടെ ദൈവജനത്തെക്കുറിച്ച് എരിയുന്നവനാ. അവൻ ഈ കൃത്രിമ സൗഹൃദം കാണിക്കാൻ എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല.
നിങ്ങളൊരു അപ്പനാണ്, മകനുണ്ട്. ആ മകൻ 12 വയസ്സേ ഉള്ളൂ. അവൻ സിഗരറ്റ് കത്തിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ അടുത്ത് ചെന്നിട്ട്, മക്കളെ ഇതേത് വേടാ, വിൽസ് ആണോ, അതോ മാൾബറോ ആണോ, അതോ മെരിറ്റ് ഡബിൾ ഫിൽറ്റർ ആണോ, അതോ ലണ്ടൻ കിങ് സൈസ് ആണോ, അതോ റോത്ത്മാൻസ് ആണോ, എടുക്കാൻ ആ പുകയൊന്ന് വിട്ടേ കാണട്ടെ. പറയുമായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ടാണല്ലോ മിണ്ടാതിരിക്കുന്നത്. കാരണം നമുക്ക് വലി മുട്ടുമ്പോൾ ചെറുക്കനെ വലിപ്പിച്ചാലല്ലേ അവൻ നാളെ നമുക്ക് വലിക്കാൻ തരത്തുള്ളൂ. ചില കുടുംബത്തിലെ അവസ്ഥയാണ്. അതുകൊണ്ട് ചെറുപ്പത്തിൽ താരെ പരിശീലിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ മക്കളുടെ നല്ല ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വമുള്ള നല്ലൊരു തന്ത, മകൻ സിഗരറ്റ് വലിക്കാൻ, എനിക്കറിയാം വയനാട്ടിലൊക്കെ പണ്ട് ചീട്ട് കളിക്കാനിരിക്കുന്ന തന്തമാർ വീട്ടിൽ ചീട്ട് കളിക്കാനിരിക്കും മഴയത്ത്. അപ്പം വീഡിയോ എടുത്ത് മോൻ്റെ കൊടുക്കും. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ്റെ, ഡാ ഇതൊന്ന് കത്തിച്ചോണ്ട് വാ. ആ തീ ോണ്ടുവാ. അവൻ അടുപ്പിൽ നിന്ന് തീക്കൊള്ളി എടുത്ത് അങ്ങോട്ട് വെച്ച് ഇവൻ കത്തിക്കും. മൂക്കിൽ കൂടെ വരികയല്ല, വായിൽ കൂടെ പ്രാക്ടീസ് ആയിക്കോളും. തീപ്പെട്ടി എടുത്തുകൊണ്ട് വന്ന പറഞ്ഞ അല്ലെന്ന്, അവൻ അതിൻ്റെ രുചി പിടിക്കണം. എന്നാലേ എനിക്ക് പണിക്ക് പോകാൻ പറ്റാതാകുമ്പം, ഇവൻ പണിക്ക് പോകുമ്പം ഒരു കെട്ട് വീഴ്ചാലേ അതിൻ്റെ ഒരു ഇന്തോന്നാലിറ്റി ഉള്ളൂ എന്നെനിക്ക് തോന്നി ഒരു ദിവസം. അപ്പം ഞാൻ രഹസ്യമായിട്ടൊരു വീഡിയോ ഒക്കെ സംഘടിപ്പിച്ച് ഞാൻ പതുക്കെ മാറി നിന്ന് ഇതൊന്ന് കത്തിച്ചു. വേറെ ആരും കണ്ടില്ല. ആ പുക അങ്ങോട്ട് വായി ചെന്നപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ട്. ഇതാണോ ആൾക്കാർ വലിക്കുന്നത്? ഒരു ദിവസം രാവിലെ അപ്പം മത്തഞ്ചേട്ടൻ ഇത് നോട്ട് ചെയ്ത്, എടാ ഇത് ഇന്ന ആളുടെ മോനാണല്ലോ, അപ്പം വലിക്കുകയല്ലോ, ആ കുടുംബത്തിൽ ആരും വലിക്കുകയല്ലോ, പിന്നെ ഇവൻ ഈ വലിക്കുന്നത് എന്താ? ഇദ്ദേഹം എന്ത് ചെയ്തു, എൻ്റെ പപ്പായ വീഡിയോ വലിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്ന് പപ്പായെ കണ്ടപ്പോൾ പറഞ്ഞു. ഒരു ദിവസം രാവിലെ പപ്പ എന്നെ വിളിച്ചു, മക്കളെ എഴുന്നേരടാ നമുക്കൊരു സ്ഥലം വരെ പോവാം എന്ന് പറഞ്ഞു. ഞാൻ വളരെ വേഗം ഉത്സാഹിച്ച് ഉടുപ്പ് നിക്കറൊക്കെ ഇട്ട് റെഡിയായി. കാരണം ഒരു സ്ഥലം വരെ രാവിലെ പോകാമെന്ന് പറയും, വെള്ളം, പുട്ട്, ഇതൊക്കെ അങ്ങനത്തെ ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ഉത്സാഹിച്ച് എന്ത് ചെയ്തു, ഒരുങ്ങി റെഡിയായി പുറത്തു വന്നു. മത്തഞ്ചേട്ട കടയിൽ ചെന്ന് എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, എൻ്റെ പപ്പ എത്ര നല്ല മനുഷ്യനായിരുന്നു, ദേ ബീഡി വലി തുടങ്ങിയേക്കണു, ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്നെനിക്ക് ആശങ്കയായി. പപ്പ ബീഡി മേടിച്ചിട്ട് എൻ്റെ തന്നിട്ട് പറയുന്നു, വലി അറിയാമല്ലോ അല്ലേ, വലി വല്ലതും ഉണ്ടോ നിർത്തിയേക്കണം. അതൊരു നേക്കുണ്ടെന്ന് പറയുമ്പോൾ പലരും തല ഒലുക്കുന്നു, ഒരു നേക്കുണ്ടെന്ന്. അത് പണ്ട് തല്ലി. ബീഡി ഇങ്ങനെ പിടിച്ചോണം, അത് നിലത്ത് പോകരുത്. വല്ലാതെ അടിച്ചെന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച് കളഞ്ഞു. കാരണം എന്നെക്കുറിച്ച് എൻ്റെ അപ്പനൊരു ദർശനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനത്തോട് ദൈവത്തിനൊരു എരിവുണ്ട്. ക്രിസ്തുവിന് നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ജനത്തോട് ദൈവത്തിനെതിരുണ്ട്. അവൻ വരാൻ പോവുകയാണ്, മഹാദൈവം വരാൻ പോവുകയാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നഷ്ടപ്പെട്ടു പോകാതെ ഒരുക്കപ്പെടുവാൻ, ഒരുക്കിയെടുക്കുവാൻ ആത്മാവിൽ എരിവുള്ള അപൂർവം ചിലരെ പരിശുദ്ധാത്മാവിക്കാലത്ത് അഭിഷേകം ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. സ്വന്തം കുടുംബകാര്യം പോലും നോക്കാതെ, സാമ്പത്തിക വിഷയങ്ങളിൽ ഇടപാടിരാതെ, യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന വചനത്തിനൊത്ത വിധത്തിൽ അവനവന്റെ പ്രാണന യാഗമായി കർത്താവിന്റെ യാഗപീഠത്തിൽ ഈ ായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ആ ശുശ്രൂഷയുള്ളവൻ ചിരിച്ചു കാണിക്കുകയല്ല, മറ്റൊരു ചിരിച്ചു കാണിക്കുക. അതിനാണ്ട് വിശേഷം കറിയാച്ച സന്തോഷമായിട്ട് ഇപ്പോഴും ഉണ്ടോ? ഭയങ്കര വേദന, ഇവൻ തീരാറായി, ഇദ്ദേഹത്തിന് അറിയാം. സാരമില്ല കേട്ടോ, നമ്മുടെ കർത്താവ് കാരുണ്യവാൻ. എന്തുവാൻ? വേണേ പാട്ടറിയാവുന്ന പാസ്റ്റാണെ പാടും.
എന്നിൽ കനിപോലും ശ്രീയേശു മനുവേലൻ താൻ. ഇതൊക്കെ സ്ഥാനത്ത് പാടണം, അസ്ഥാനത്ത് പാടല്ലേ. ഇവനോട് പാടല്ലേ. കാരണം ഇവൻ കള്ളു കുടിച്ചും പുകവലിച്ചും ഇവനെ തന്നെ നശിപ്പിച്ചതാ. സ്നാനപ്പെട്ടതിന് ശേഷം ഇത് സ്നാനപ്പെട്ടതിന് ശേഷമാ ഇത് കൂടിയത്. അങ്ങ് ഇപ്പൊ ക്യാൻസറാ, ഇപ്പൊ വയറ്റി. അവനെ ദൈവവചനത്തിന് മുൻപിൽ വെച്ച് കിളച്ച് കീറി പണിയാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ഒരു വ്യത്യാസം വന്നു എന്ന് വരും. അതിന് പകരം സാരമില്ല കേട്ടോ, ഒരുപാട് പുത്തൻ സഭകൾ രംഗത്ത് വന്നിട്ടുണ്ട്. പഴയ സഭകൾക്കകത്ത് ഒരുപാട് പേര് ഇത്തരമൊരു തട്ടിപ്പിലേക്ക് മാറിപ്പോയി. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിൽ ഞാൻ ഉറക്കെ വിളിച്ചു പറയട്ടെ, യഹോവയുടെ അഭിഷിക്തന്മാരായിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി തങ്ങളെ തന്നെ ഈ ദിവസങ്ങളിൽ ഒരു പണി നടക്കാനിരിക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ കാര്യം വിചാരിക്കാതെ പ്രവർത്ത കാടും മേടും ആവലോടോടി നേടുക നീ ആത്മാക്കളെ. വീടും വയലും തോട്ടവുമെല്ലാം നേടുവാനുള്ള സമയമിതല്ല. വീടും വയലും തോട്ടവുമെല്ലാം നേടുവാനുള്ള സമയമിതല്ല. അവളോടോടി നേടുക നീ ആത്മാക്കളെയും. രാവും പകലും ഗീതങ്ങൾ പാന്തൻ വരുമേ. ഉണരുസിയോനെ ശൂലമിയപ്പോൾ കാത്തിരിക്കാൻ നീ കാന്തൻ വരുമേ. ഉണരുസിയോനെ തങ്ക് നീണത്തിൻ വിലയല്ലയോ നീ. ചങ്കുപോൽ നിന്നെ സ്നേഹിച്ചതല്ലോ. തങ്ക നീണത്തിൻ വിലയല്ലയോ നീ. ചങ്കുപോൽ നിന്നെ സ്നേഹിച്ചതല്ലോ. തങ്ങൾ ഏക ചിന്തയതാലേ പങ്കമഞ്ഞേ മേവുക സുഖയേ. തങ്ങൾ ഏക ചിന്തയതാലേ പങ്കമഞ്ഞേ മേവുക സുഖയേ. രാവും പകലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശോഭയ. അപ്പം മഹാസർപ്പം എന്ന പോലെ ക്രിസ്തീയ പുരോഹിതൻ നയപരമായ ഭാഷ സംസാരിക്കുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ട്? ഇത് ദൈവസഭയ്ക്കകത്ത് ഇത് അനുകരിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് നയപരമായ ഭാഷകൾ മാറ്റണം. കർത്താവിന് വെളിപ്പാടുകാരനായ യോഹന്നാൻ കാണുന്ന കാഴ്ച അവൻ്റെ വായിൽ നിന്ന് പൂക്കൾ പൊഴിയുന്നതിൻ്റെ കാഴ്ചയല്ല. അവൻ്റെ ഏലിയാവിനോട് പറഞ്ഞതുപോലെ, ഏലിയാവേ നിനക്ക് എന്ത് ഇവിടെ കാര്യം എന്ന് മൃദുവായി ചോദിക്കുന്ന നാവായിട്ടല്ല കാണുന്നത്. ഇരുവൈത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയ ഒരു വാളാണ് അവന്റെ നാവ്. ആ കർത്താവാണ് വെളിപ്പെടാൻ പോകുന്നത്. അവൻ നമുക്കിടയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അങ്ങനെ കണ്ടവനെ മനസ്സിലാക്കണം. ദൈവം കരുണ കാണിച്ചു മടുത്തിരിക്കുന്നു. ഇപ്പോഴും കരുണ, കൃപ, ദയ എന്ന് പറഞ്ഞ് നമ്മൾ പ്രൈസ് ദി ലോർഡ് സ്തോത്രം നമ്മൾ അങ്ങനെ പറയാം. പക്ഷെ നമ്മൾ ലഘുവാക്കി കളയല്ല ദൈവത്തിൻ്റെ നീതിയെ, ദൈവത്തിന്റെ ക്രോധത്തെ, ദൈവത്തിന്റെ മഹത്വത്തെ. ദൈവം മഹാചക്രവർത്തിയാണ്. അവൻ പ്രപഞ്ചത്തിന്റെ അധിനായകനാണ്. അവൻ മഹാഭയങ്കരനാണ്. നമ്മുടെ ദൈവത്തെ പോലെ ഭയങ്കരനായ ഒരു ദൈവമില്ല. ഇപ്പൊ മഹാസർപ്പം പറയുന്നത് എന്താ? വേദം തോട്ടത്തിൽ വെച്ച് ഇത് തൊടാൻ പാടില്ല, നിങ്ങൾ എന്തിനാ അതിന് നോക്കുന്നേ? ദൈവം പറഞ്ഞല്ലോ തൊടരുതെന്ന്. ഈ കാർക്കശ്യത്തിലല്ല, അയ്യോ അത് തൊടാൻ പാടില്ലേ. അപ്പൊ ദൈവം നിങ്ങളെ പറ്റിച്ചതാ. ദൈവത്തിനറിയാം ഇത് നിങ്ങൾ തിന്നാൽ നിങ്ങളുടെ കണ്ണ് തുറക്കും.
നിങ്ങളുടെ കണ്ണ് തുറക്കാൻ പാടില്ല. അതാ ദൈവത്തിൻ്റെ അജണ്ട. കണ്ണ് തുറന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. എത്ര നന്നായിട്ടാ അവ ശ്രദ്ധിച്ചു കേട്ടോ. അങ്ങനെയാന്നോ? ഉയ്യോ, ഞങ്ങളുടെ ഭാഷ ഇതൊന്നും പറഞ്ഞു തന്നില്ല കേട്ടോ. കഴിഞ്ഞ ആഴ്ച വിളിച്ച പ്രവാചകനും പറഞ്ഞില്ല. അച്ഛൻ ഏത് സഭയിലാ? സ്വത്രം അവക്കങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് നല്ലത് വരുന്ന കാര്യമല്ലയോ പറഞ്ഞത്. ഞാൻ ഈ 2-3 വട്ടം സൗദിക്ക് പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം സൗദി ചെന്നപ്പം ഒരു സഹോദരനെ പരിചയപ്പെട്ടു. അദ്ദേഹം പരിചയപ്പെട്ടപ്പോൾ തന്നെ ഒരു തുക എൻ്റെ കയ്യിലോട്ട് തന്നു. ഇപ്പം സൗദി ചെല്ലുമ്പോൾ കിട്ടുന്ന നമ്മൾ മേടിക്കുവാണല്ലോ. അല്ല, സൗദിയിലാരും പുണ്യം കിട്ടാൻ വേണ്ടി അല്ലല്ലോ പോകുന്നേ. സ്തോത്രം. സൗദി പോകുന്നത് നമുക്കിവിടെ അല്ലറ ചില്ലറ ആവശ്യമുണ്ട്. അതിൻ്റെ ചില അല്ല, ഇവിടെ എലന്തൂർ വേലക്കിടയില്ലാഞ്ഞിട്ടാണോ നമ്മൾ സൗദിക്ക് പോകുന്നത്? അപ്പോൾ ആരെങ്കിലും വല്ലതും തന്നാൽ മേടിക്കുക. പക്ഷെ പിന്നീട് ഞാൻ ആ അജണ്ട മാറ്റി. ഞാൻ പറഞ്ഞു, കാശ് മേടിക്കാനല്ല ഞാൻ വന്നത്. ക്രൈസ്തലോ, എനിക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ട്, അത് പറയാനാ. അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ ആരാടാവേ? ഞങ്ങൾ ആരാന്ന് നിനക്കറിയോ? കേരളത്തിൽ നിന്ന് ഇതുവരെ ഇവിടെ വന്നിട്ടുള്ള സകല പ്രവാചകന്മാർക്കും പാസ്റ്റർമാർക്കും കാശ് കൊടുത്ത് വിടുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ കാശ് നിനക്ക് വേണ്ടേ? അതൊരു കലിപ്പായി മാറി. ക്രൈസ്തലോ, എനിക്ക് ആ കാശ് വേണ്ടിയിട്ട് പോകുന്നതല്ല. പിന്നെ അപ്പോൾ ആദ്യം ചെന്നപ്പം ഒരാൾ കാശ് തന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു. പണ്ടൊരു പ്രവാചകൻ വന്നു. ഞാൻ ആദ്യം തന്നെ ഒരു 500 റിയാൽ അങ്ങോട്ട് പിടിപ്പിച്ചു. ഞാൻ ചോദിച്ചു, അതെന്തിനാ? 500 റിയാൽ പിടിപ്പിക്കുമ്പോൾ പുള്ളി വല്ല നല്ല ആലോചനയും. ഞാനിങ്ങനെ നോക്കി, ഇവിടെ ഇവൻ എന്ത് പൊട്ടനാ. പിന്നെ മനസ്സിലായി അവൻ പൊട്ടനല്ല, അവനെ ഈ മഹാസർപ്പങ്ങൾ എല്ലാം കൂടെ പൊട്ടനാക്കി വെച്ചേക്കുക. സ്വത്രം. ദൈവദാസന്മാരെ ആദ്യം ഒന്ന് സന്തോഷിപ്പിക്കണം. അങ്ങനെ സന്തോഷിക്കുന്ന അവർ നല്ല ദൂത്. നിങ്ങളെന്തും മിണ്ടാതിരിക്കുന്നത്? നിങ്ങൾ പ്രതികരിക്കൂ. അങ്ങനെ സന്തോഷിക്കുമ്പോൾ നല്ല ദൂത് പറയും. അങ്ങനെ എന്നെ ഒന്ന് സന്തോഷിപ്പിച്ചതാ അദ്ദേഹം. എന്നെ സന്തോഷിപ്പിച്ചവരൊക്കെ പിന്നെ കരഞ്ഞിട്ടേ ഉള്ളൂ. കാരണം ഇവൻ കാശ് തന്നതാണല്ലോ, നല്ല ശാപ്പാടുണ്ടാക്കി തന്നതാണല്ലോ എന്നോർത്ത് ഇവൻ എങ്ങനെയും സ്വർഗത്തിൽ പോകണമെന്നുള്ള ആഗ്രഹത്തിൽ പിന്നെ ഇവനെ വചനം കൊണ്ട് ഞാൻ കുത്തുകയും വരയുകയും കീറുകയും മുളക് തേക്കുകയും ഉപ്പ് തേക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ. എനിക്കെന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുള്ളവർ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. കാരണം അവൻ്റെ നന്മ ഞാൻ മേടിച്ചതാ. അവൻ്റെ നന്മ ഞാൻ മേടിച്ചതാണെങ്കിൽ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ മഹാസർപ്പം എന്നോണം സംസാരിക്കാൻ പറ്റില്ല. ഇവിടെ മഹാസർപ്പത്തിന്റെ ഭാഷ എന്താ? നമ്മുടെ ജഡപരമായ ജീവിതത്തിന്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയുള്ള ഭാഷ. ഇന്നത്തെ പെന്തക്കോസ്ത് പ്രവാചകന്മാരിൽ ഏറെക്കുറെ എല്ലാം മഹാസർപ്പത്തിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രസംഗത്തിന്റെ അല്പഭാഗം കേട്ടു. നിന്റെ കാലിൻ്റെ വേദന പരിഹരിക്കാനുള്ള വിഷയം മാത്രമല്ല ദൈവവചനത്തിലുള്ളത്. നിന്റെ കൈയുടെ വേദന മാത്രമല്ല ദൈവം പരിഹരിക്കുന്നത്. നിന്റെ വയറ്റുവേദന മാത്രമല്ല ദൈവം പരിഹരിക്കുന്നത്. നിന്റെ തലവേദന മാത്രമല്ല ദൈവം പരിഹരിക്കുന്നത്. നിന്റെ വിദ്യാഭ്യാസ വിഷയം മാത്രമല്ല ദൈവം പരിഹരിക്കുന്നത്. നിന്റെ ആത്മീക വിഷയം മാത്രമല്ല ദൈവം പരിഹരിക്കുന്നത്. നിന്റെ ജോലിയുടെ പ്രശ്നം മാത്രമല്ല ദൈവം പരിഹരിക്കുന്നത്. ഇതിന്റെ സകല പരിഹാരവും, നിനക്കുള്ള സകല വിഷയത്തിന്റെയും പരിഹാരം ദൈവത്തിന്റെ വചനത്തിലും ദൈവം നിനക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ ആക്ഷൻ കാണുമ്പോൾ ഇതിനകത്തൊന്നുമില്ല. ദൈവ പൈതലിന്, വീണ്ടും ജനനം പ്രാപിച്ച ദൈവ പൈതലിന് വേണ്ട യാതൊന്നും അതിലില്ല. എന്നാൽ ഈ ആക്ഷൻ മൊത്തത്തിൽ കാണുമ്പോൾ നമ്മൾ അതാണ് ആരാധന. അത് അന്യാഗ്നി, അത് ദൈവത്തിൻ്റെ അഗ്നിയല്ല. കാരണം ആ ദൈവദാസൻ അങ്ങോട്ട് നിന്ന് ആത്മാവ് പുള്ളി അങ്ങ് എടുത്തെന്ന്, പുള്ളി അങ്ങോട്ട് സംസാരിക്കാൻ അങ്ങോട്ട് തുടങ്ങി. തുടക്കം മുതൽ അവസാനം വരെ ജനം അങ്ങ് ആത്മാവിലാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവദാസനെ സഭാഗോള് പൊളിച്ചു പണിയാൻ പോകുന്നു. മുകളിൽ ഒരു ഓഡിറ്റോറിയം പുതിയതായി പണിയുന്നതായി ഞാൻ കാണുന്നു. പാസ്റ്ററുടെ മാരുതി 800 സ്ഥാനത്ത് ഒരു ഷെവർലെ കാർ അല്ലെങ്കിൽ ഒരു സ്തോത്രം ബെൻസ് കിടക്കുന്നതായി ഞാൻ കാണുന്നു. ഒരു BMW കിടക്കുന്നതായി ഞാൻ കാണുന്നു. ഇത് കാണുമ്പോൾ ഏതെങ്കിലും പാസ്റ്റർ കരയോ?
നിങ്ങൾ പറ. പാഷയുടെ വീടിൻ്റെ മുമ്പിൽ മാരുതി സ്വിഫ്റ്റിന് പകരം ഒരു BMW കിടക്കുന്നു. പ്രവാചകൻ പറയാ, എൻ്റെ കർത്താവേ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട എന്ന് ആരെങ്കിലും പറയൂ? നിങ്ങൾ പറയപ്പാ, പറയൂ, ഉറക്കെ പറയത്തില്ല. നമ്മൾ ദൈവ സാന്നിധ്യത്തിലാണ് നിൽക്കുന്നത്. കാര്യം പറയണം. ഇവൻ മഹാസർപ്പമാ. ഇവൻ ആരാ? കുഞ്ഞാടിന്റെ രൂപത്തിൽ വന്ന ഇവൻ ആരാ? മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, അതങ്ങ് റോമിൽ ഒരാൾ മാത്രം സംസാരിക്കുന്ന ഭാഷയല്ല. അധർമ്മത്തിന്റെ മർമ്മം പൈശാചിക ദൂതന്മാരുടെ സഹായത്തോടെ ആഗോള വ്യാപകമായി വ്യാപരിച്ചു കിടക്കുന്നത് കൊണ്ട് നിരവധി സഭകൾക്കകത്ത് ഈ അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവസഭയെ കറയും ചുളുക്കവും വാട്ടവും മാലിന്യവുമില്ലാത്ത മണവാട്ടിയെ ഒരുക്കുക എന്ന ലക്ഷ്യത്തിന് പ്രാധാന്യത കൊടുക്കാത്ത ഭൗതിക കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ സന്തോഷിപ്പിക്കുന്നവർ, നാളെ കിട്ടാൻ സാധ്യതയുള്ള ലോട്ടറിയുടെ കാര്യം പറഞ്ഞ ആളുകളെ സന്തോഷിപ്പിക്കുന്നവർ, നാളെ കിട്ടാൻ സാധ്യതയുള്ള പ്രൊമോഷന്റെ കാര്യം പറഞ്ഞ ആളുകളെ സന്തോഷിപ്പിക്കുന്ന, നാളെ നടക്കാൻ സാധ്യതയുള്ള കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് ആളുകളെ സന്തോഷിപ്പിക്കുന്നവർ, ഇങ്ങനെ ഭൗതിക കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ സന്തോഷിപ്പിക്കുന്നവർ മുഴുവൻ സംസാരിക്കുന്നത് മഹാസർപ്പത്തിന്റെ ഭാഷയാ, പിശാചിന്റെ ഭാഷയാ. അതിന് കൂട്ടുനിൽക്കുന്നവർക്ക് വരുന്ന പണി ഈ കൺവെൻഷൻ തീരുന്നതിന് മുമ്പ് അത് പറയാനൊരവസരം ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചിലരതിന് കൂട്ടുനിൽക്കുന്നതുകൊണ്ടാണല്ലോ ഇവന്മാരി പണി എടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ യഥാർത്ഥ സഭ എന്താ? ഉത്തമഗീതം എടുക്കാം. യഥാർത്ഥ സഭയുടെ സ്റ്റാറ്റസ് ഉത്തമഗീതത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം, 4:12. ഉത്തമഗീതം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. എന്റെ സഹോദരി, എന്റെ കാന്ത കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം. എന്റെ കാന്ത, അതായത് സഭ, കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം. ശ്രദ്ധിക്കണം, അത് അവിടെ മാറ്റല്ലേ. കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം. മറ്റേ ബാബിലോൺ, മഹദിയാം ബാബിലോൺ എന്ന മഹാവേശ്യ, സർവമതങ്ങളുടെയും കൂടാരം, അത് കെട്ടി അടച്ചിട്ടില്ല. ആർക്ക് വേണേലും എന്തു വേണേലും കൊണ്ടുവരാം. ആർക്ക് വേണേലും എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അത് തുറന്നു കിടക്കുന്ന വാതില. എന്നാൽ ദൈവസഭ കെട്ടി അടച്ച തോട്ടം. കെട്ടിയടച്ചൊരു തോട്ടം കർത്താവ് ഉണ്ടാക്കിയിരുന്നു നേരത്തെ. സ്തോത്രം. മിസ്രയീമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് നട്ടു. ആ തോട്ടത്തിന് വേലിയുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ ചക്ക് കുഴിച്ചിട്ടുണ്ടായിരുന്നു. ഗോപുരവും പണിതിരുന്നു. എല്ലാ ക്രമീകരണങ്ങളും. ഗോപുരം എന്തിനാ പണിയെന്നറിയോ? നിരന്തരം കാവൽ കാക്കുവാൻ. കാത്തു പരിപാലിക്കുന്നവൻ ഫലമുണ്ടാകുന്നതിന് മുൻപേ, വേര് മുളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഗോപുരം കഴുത് കാക്കുന്നവനാ. എന്ന് രാത്രി പറയട്ടെ, വർഷങ്ങളായി ഗോപുരത്തിലിരുന്ന് കാത്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം സഭകളെ കാത്തുകൊണ്ടിരുന്നു. ദൈവജനമെന്ന് പറയുന്നവരെ കാത്തുകൊണ്ടിരുന്നു. എന്നാൽ ഫലം കായ്ക്കാതെ കട്ടുമുന്തിരി കായ്ക്കുന്ന ആ കൂട്ടത്തോട് ദൈവത്തിന് പറയാനുള്ളത്, മൃഗങ്ങൾ കയറി തിന്നുവാൻ തക്കവണ്ണം വേലി പൊളിച്ചു കളയും എന്ന് പറഞ്ഞ ദൈവത്തെ കുറിച്ചാണ്. അപ്പം ഇസ്രയേലിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് നട്ടു. അതിൻ്റെ കാര്യം തീർന്നു. അത് ദൈവത്തിന് തന്നെ പൊളിച്ചു കളയും. ദൈവം തന്നെയാണ് പൊളിക്കുന്നത്, വേറെ ആരുമല്ല കേട്ടോ. അതുകൊണ്ട് മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിവള്ളിക്ക് പകരം സ്വർഗത്തിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ആ മുന്തിരിവള്ളി തന്നെ പറയുകയാ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ആ മുന്തിരിവള്ളിയോട് ചേർന്ന് ഫലം കായ്ച്ചു നിൽക്കുന്ന, ഫലം കായ്ക്കുന്നില്ലേ പോകും. അല്ല, നിങ്ങൾ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും, എത്ര നല്ല മനുഷ്യരാണെന്ന് പറഞ്ഞാലും, ദൈവം ഒരു വിശ്വാസിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് ഫലങ്ങളുണ്ട്. അല്ല, കന്നട്ടയ്ക്ക് തരിക തരിക എന്ന് 2 പുത്രിമാരുണ്ടെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവമേ ദാ, ദൈവമേ അത് ദാ, ഇത് ദാ, ഇത് ദാ, അപ്പുറത്തേത് ദാ, അത് മറിച്ചത് ദാ എന്നൊക്കെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. ചിലരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു ചില ശുശ്രൂഷകന്മാർ. നീ ചോദിച്ചു മേടിച്ചല്ലോ, അതാണ് ക്രിസ്തീയ ജീവിതം.
എന്തൊരു ദുഷ്ടന്മാരാണവർ! പറ്റിക്കുക. നിന്റെ ജീവിതം വിജയമാണ്, ക്രിസ്തീയ ജീവിതം പ്രസാദകരമാണ് എന്നതിൻ്റെ തെളിവായിട്ട് അവർ പറയുന്നത് എന്താണ്? നീ ചോദിച്ച് എല്ലാം മേടിച്ചു. നീ വീട് ചോദിച്ചു മേടിച്ചു, കാറ് ചോദിച്ചു മേടിച്ചു, മക്കളെ ചോദിച്ചു മേടിച്ചു, തോട്ടം ചോദിച്ചു മേടിച്ചു, പറമ്പ് ചോദിച്ചു മേടിച്ചു, അങ്ങനെ പലതും മുട്ടിപ്പായി ചോദിച്ചു മേടിച്ചു. അത്തരക്കാരെയാണ് നമ്മൾ വലിയ ഭക്തന്മാരായിട്ട് കരുതുന്നത്. നിങ്ങൾക്ക് തെറ്റി. അവരുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആകത്തുക ഞാൻ എല്ലാം ചോദിച്ചു മേടിച്ചു എന്നതാ. അതല്ല, ഞാൻ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു? എനിക്ക് തരാനുള്ള ഇതെല്ലാം എൻ്റെ കർത്താവ് ആദ്യമേ തന്നു. തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി കാൽവരിയിൽ തകർത്ത് കളഞ്ഞപ്പോൾ, ദൈവം അവനെ തന്നപ്പോൾ, അവനോടുകൂടെ സകലതും നമ്മുടെ അവകാശത്തിലായി. സ്തോത്രം. സകലതും നമ്മുടെ അവകാശത്തിലായി അതോടുകൂടെ. ആ അവകാശം എപ്പോഴാ വരിക? അവൻ രാജാവായി വരുമ്പോൾ, അവന്റെ രാജത്വത്തിന്റെ ഓഹരിക്കാരായി സിംഹാസനത്തിൽ ഇരുന്ന് കിരീടങ്ങൾ തലയിൽ ധരിപ്പിക്കപ്പെട്ടവരായി ഇരിക്കുമ്പോഴാണ് ആ അവകാശം. ഇതാ സഭ. ആ കാഴ്ച മനസ്സിൽ ഉണ്ടെങ്കിൽ അത് സഭയാ. ഈ മഹാസർപ്പത്തെ പോലെ സംസാരിക്കുന്ന കുറേ ആൾക്കാർ കുറെ കാലമായിട്ട് ഈ ശുശ്രൂഷ രംഗത്ത് അങ്ങനെ കത്തി നിൽക്കുന്നോണ്ട് പലരുടെയും ഉള്ളിൽ നിന്ന് ആ കാഴ്ച മാങ്ങിപ്പോയി. നീതി സൂര്യൻ വരുമ്പോൾ, തൻ പ്രഭയിൻ കാന്തിയാലെ ഇരുൾ നിറം മാറുമെന്ന്. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ നിറം മാറുമെന്ന്. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെത്താൻ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെത്താൻ കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസം എന്നിയെ മേഘത്തിൽ വരും താൻ, താമസം എന്നിയെ മേഘത്തിൽ കാന്തയാമെന്നെയും ചേർത്തിടും നിശ്ചയമായി, കാന്തയാമെന്നെയും ചേർത്തിടും നിശ്ചയമായൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. യെരൂശലേമിൻ തെരുവിലൂടെ കരഞ്ഞു ക്രൂശും ചുമന്ന് കാൽവരിയിൽ നടന്നു പോയവൻ, യെരൂശലേമിൻ തെരുവിലൂടെ കരഞ്ഞു ക്രൂശും ചുമന്ന് കാൽവരിയിൽ നടന്നു പോയവൻ. ശോഭിത പട്ടണത്തിൽ മുത്തുകളായുള്ള, ശോഭിത പട്ടണത്തിൽ മുത്തുകളായുള്ള വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരും അവൻ. വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരും അവൻ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. അത് സഭ കെട്ടിയടച്ച തോട്ടം. ഒന്നുകൂടെ ആ വാക്യം വായിച്ചാട്ടെ. എന്റെ സഹോദരി, എന്റെ കാന്ത കെട്ടിയടച്ച തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്നാ? ചുമ്മാ ആർക്കും പോയി വെള്ളം കോരാൻ പറ്റുകയില്ല.
ചുമ്മാ ആർക്കും ആ തോട്ടത്തിനകത്ത് നിന്നൊരു പഴം പറിക്കാൻ പറ്റില്ല. അതിൻ്റെ ഉടമസ്ഥൻ്റെ മാത്രം വ്യക്തിപരമായ അവകാശത്തിലാണ് ആ തോട്ടം നിൽക്കുന്നത്. അവന് മാത്രമുള്ളതാണ് ആ തോട്ടത്തിലെ ഫലം, അവന് മാത്രമുള്ളതാണ് ആ നീരുറവ, അവന് മാത്രമുള്ളതാണ് ആ കിണറ് എന്ന് പറഞ്ഞ അതിനർത്ഥം എന്നാ? ദൈവജനത്തിൻ്റെ സകല ടാലന്റുകളുടെ സാധ്യതകളും ആർക്കുള്ളതാ? ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ളതാ. ഇപ്പം നല്ലൊരു കൺവെൻഷൻ പ്രസംഗകനെ കണ്ടു. ഉടനെ സ്തോത്രം, അദ്ദേഹത്തിൻ്റെ അടുത്ത് പാർട്ടിയുടെ ആൾക്കാർ വന്നു. നിങ്ങളുടെ പ്രസംഗം സൂപ്പറാട്ടോ. ഓക്കെ, താങ്ക് യു. ആർക്കാ അത് ഇഷ്ടമല്ലാത്ത? ഞങ്ങളുടെ അടുത്ത ഇലക്ഷൻ പ്രചരണത്തിന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രസംഗിക്കാൻ വരാവോ? സ്തോത്രം. അപ്പം നീ ഇപ്പം യേശുക്രിസ്തുവിനെ ഉയർത്തി പ്രസംഗിക്കുന്നത് പോലെ ഞങ്ങളുടെ നേതാവിനെ എന്ത് ചെയ്യണം? ഉയർത്തി പ്രസംഗിക്കണം. ഒരു ദിവസം ഇത്ര ഉറുപ്പ്യ വീതം തരും. ഈ അനൗൺസ്മെൻ്റ് നടത്താനൊക്കെ പോകുന്ന വിശ്വാസികളുണ്ടല്ലോ, ഇടുക്കിയിലൊക്കെ ധാരാളം വിശ്വാസികൾ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അനൗൺസ്മെൻ്റ് നടത്തി ജനങ്ങളുടെ കണ്ണിലുണിയും നാടിതുവരെ കേരളത്തിന് കൈരളിക്ക് നന്മ മാത്രം ചെയ്തുകൊണ്ടിരുന്നവനും ദൈവതുല്യനും ദൈവം കെട്ടിയിറക്കിയവനുമായ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് കൈപ്പത്തി അടയാളത്തിൽ, അല്ലെങ്കിൽ രണ്ടല അടയാളത്തിൽ, അല്ലെങ്കിൽ ഓന്ത അടയാളത്തിൽ വോട്ട് ചെയ്യുക. യേശുക്രിസ്തുവിനെ കുറിച്ച് പുകഴ്ത്തി പറയേണ്ട ഇവൻ്റെ വാ ഇപ്പം ആരെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മുദ്രയിട്ടിരിക്കുന്ന കിണറാ, അടച്ചിട്ടിരിക്കുന്ന കിണറാ, മുദ്രയിട്ടിരിക്കുന്ന ഉറവയാ. ഇതിൽ നിന്ന് വെള്ളം ഇപ്പം ആരാ കുടിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന് പുറത്തേക്കും പോകരുത്, അകത്തേക്കും വരരുത്. ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ സുവിശേഷകൻ റവറൻഡ് പാസ്റ്റർ VD സതീശനാണ്. അനക്കമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. VD സതീശൻ അറിയത്തില്ല, നമ്മുടെ പ്രതിപക്ഷ നേതാവ് അല്ലേ? എന്ത് മനോഹരമാണ് പ്രസംഗം. മിക്കവാറും ജനറൽ കൺവെൻഷനൊക്കെ പാസ്റ്റർ VD സതീശൻ്റെ വക ഒരു പ്രസംഗം ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം പാസ്റ്റർ പിണറായിക്കും അവസരം കിട്ടിയെന്ന് തോന്നുന്നു ചിലയിടത്തൊക്കെ. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. സഭ വീണുപോയതിൻ്റെ ചിത്രവൃത്താന്തങ്ങളാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഇത് ഞാൻ വിശദീകരിച്ചില്ലെങ്കിൽ, ഇത് ഗ്രഹിച്ചിട്ട് വിശദീകരിക്കാതെ ഞാൻ വായടച്ചു നിന്നാൽ ഞാൻ കുറ്റക്കാരനാകുമെന്നത് കൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ വെറുപ്പൊരു വിഷയമല്ല. ദൈവത്തിൻ്റെ ക്രോധമാണോ? അത് അഗ്നിപർവ്വതം പൊട്ടി മലവെള്ളം പോലെ തീ ഒഴുകി വരുന്നതിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോഴാണോ നീ തീപ്പെട്ടിക്കൊള്ളിയുടെ തീയും കൊണ്ട് എന്നെ പേടിപ്പിക്കാൻ വരുന്നത്? പേടി ഉണ്ടേലും നടക്കുകയല്ല. എറണാകുളത്തൊരു സഭയിൽ VD സതീശനും ഉമയും കൂടെ ചെന്ന് നിന്ന് കർത്താവിൻ്റെ നാമത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുകയും അല്പം വചനം പ്രസംഗിക്കുകയും ചെയ്യുന്നൊരു സീൻ ഞാൻ കണ്ടു. കർത്തൃമേശ തൊട്ടടുത്തിരിക്കുക. കർത്തൃമേശ ഇരിക്കുന്നിടത്ത് പോയിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. അതും ആ സഭയോ വെള്ളമില്ലാത്തവൻ നരകത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്ന സഭയാ. ഏതെങ്കിലും പാസ്റ്ററെ ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ അദ്ദേഹത്തിന് വെള്ള ഷർട്ട് അല്ല ഇട്ടിരിക്കുന്നതെങ്കിൽ അവിടെ വെള്ള ഷർട്ട് വായ്പ കൊടുക്കും. അവര് വെള്ള ഷർട്ട് വായ്പ കൊടുക്കും. അത് ഇട്ടുകൊണ്ടേ എന്ത് ചെയ്യാവുള്ളൂ? എന്ത് സൈസ് കള്ളന്മാരായ യോന്മാരെന്ന് നോക്കി. ഇവനെ കള്ളനെന്നല്ലാതെ എങ്ങനെ പറയാ? ഇവൻ മഹാസർപ്പത്തിന്റെ പതിപ്പാണ്. ഇല്ലെങ്കിൽ പറയണം, എബ്രായ പുരോഹിതന്മാർ ധൈര്യപ്പെട്ടതുപോലെ, രാജാവേ, ഇത് നിനക്ക് നിൽക്കേണ്ട ഇടമല്ല. രാജാവ് കൊട്ടാരത്തില, ദർബാർ ഹാളില, യുദ്ധമുഖത്ത. എന്നാൽ യഹോവയുടെ അഭിഷിക്ത പുരോഹിതന്മാർ നിൽക്കേണ്ടിടത്ത് അവർക്ക് മാത്രമേ നിൽക്കാനാകൂ എന്ന് പറയണ്ടേ? ഒരു കൺവെൻഷനിൽ നല്ലപോലെ പ്രസംഗിച്ച് പിന്നെയും കൺവെൻഷൻ പിടിക്കുക എന്നുള്ള പണിക്കല്ല നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഒറ്റ പ്രസംഗിച്ചുള്ളെങ്കിലും അത് അങ്ങനെ കല്ലിച്ചവിടെ കിടക്കണം. കാരണം അതിൻ്റെ പേരിലാണ് ന്യായവിധി വരുന്നത്. ആ സുവിശേഷ പ്രകാരമാ എലന്തൂർ ദേശത്തെ ദൈവം ന്യായം വിധിക്കാൻ പോകുന്നത്. അതിനു മുമ്പുള്ള കുറ്റപത്രം വായിക്കുന്ന പണിയാണ് ഇവിടെ നടക്കുന്നതെന്ന് വിവരമുള്ളവർക്ക് മനസ്സിലായി കാണും. നിന്നെ അടിക്കുമ്പോഴേ എന്തിനാ നിന്നെ അടിക്കുന്നതെന്ന്, നീ എല്ലാത്തിനാ എന്നെ തല്ലുന്നത്? ഞാൻ ചെറുപ്പത്തിൽ ഈ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പെട്ടി കുത്തിപ്പൊളിച്ചു.
ഈ ലോക്ക് ചെയ്ത് പെട്ടി വയ്ക്കുന്നത് എനിക്ക് കാണാൻ പാടില്ലാത്ത ഒരു സൂക്കേടുണ്ടായിരുന്നു. അതിന് ലോക്കോമാനിയ എന്ന് വേണേ വിളിക്കാം. അപ്പോൾ വീട്ടിൽ അടച്ചിട്ടിരിക്കുന്നൊരു പെട്ടി ഉണ്ടെങ്കിൽ എങ്ങനെയും കമ്പിപ്പാരയിട്ട് ഞാൻ അത് തുറക്കും, തല്ലും കിട്ടും. ഒരു ദിവസം ഇതുപോലൊരു പെട്ടി തുറന്ന് ആ പൂട്ട് നശിപ്പിച്ചു. എന്നിട്ട് ഞാനതങ്ങ് മറന്നുപോയി. വൈകുന്നേരം പപ്പ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് മുറ്റത്തുനിന്ന് വടി വെട്ടുന്ന കണ്ടു. അദ്ദേഹത്തിൻ്റെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ പപ്പായുടെ ഏറ്റവും വലിയൊരു ശുശ്രൂഷ നിരന്തരമായി വടി വെട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു. വടി വെട്ടുന്ന കണ്ടപ്പം ഞാൻ മമ്മിയോട് ചോദിച്ചു, ഇത് ആരെ അടിക്കാനാണ് വടി വെട്ടുന്നത്? കാരണം അനിയന്മാർ 2-3 പേരുണ്ട്, പെങ്ങളുണ്ട്. എനിക്കൊന്നും അറിയാൻ പാടില്ല, ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ ചേട്ടാ, ഞാനിന്നൊന്നും ചെയ്തില്ലല്ലോ, ഈ പൂട്ട് പൊളിച്ചത് ഞാൻ മറന്നുപോയി. എന്തിനാ എന്നെ ചുമ്മാ അടിക്കുന്നത്, വെറുതെ എന്നെ തല്ലുക എന്നെനിക്ക് തോന്നരുതല്ലോ. അതുകൊണ്ട് പപ്പ പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ല അല്ലേ, പൂട്ടെന്തിനാണോ തുറന്നേ? കുറ്റപത്രം വായിച്ചു. ഇനി അടി മേടിച്ച് മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. കുറ്റപത്രം വായിച്ചുകൊണ്ടിരിക്കുക. നീ വന്നിരുന്ന് കേട്ടാലും കേട്ടില്ലെങ്കിലും സ്തോത്രം, ഈ കുറ്റപത്രത്തിന്റെ വ്യവസ്ഥയിൽ, ഈ സുവിശേഷത്തിന്റെ, ഈ നീതിയുടെ സുവിശേഷ പ്രഖ്യാപനത്തിന്റെ വ്യവസ്ഥയ്ക്കകത്ത് ദൈവം നിന്നെ അടിക്കാൻ പിടിക്കുന്ന ദിവസങ്ങൾ വരുന്നതിന് മുൻപേ നിലവിളിയോടെ, മാനസാന്തരത്തോടെ, കണ്ണുനീരോടെ, ഹൃദയ തകർച്ചയോടെ അനുസരിക്കാനുള്ള വ്യക്തിയായി ഒരുക്കപ്പെട്ട് ഏൽപ്പിക്കുക. വി.ഡി. സതീശൻ പാസ്റ്റർ വേറൊരു ചർച്ചിൽ ഒരു പ്രസംഗം പ്രസംഗിക്കുന്നതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ കണ്ടു. അതിൽ വി.ഡി. സതീശൻ പാസ്റ്റർ പറയുന്നത് ശമര്യക്കാരത്തിയോടുള്ള ദൂതാണ്. നീ ദൈവത്തിൻ്റെ ദാനം എന്നും, സ്തോത്രം, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്നും അറിഞ്ഞെങ്കിൽ, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞെങ്കിൽ എന്ന് തുടങ്ങുന്ന ഭാഗം അത്രയും വായിച്ചിട്ട് പുള്ളി അത് വ്യാഖ്യാനിക്കുകയാണ്. നീ ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ പുറകെ ഇരുന്ന് ആളുകൾ കള്ളൻ, പരിശുദ്ധാത്മാവ് എത്ര സംസാരിച്ചാലും അനങ്ങാതെ ഉറക്കം തൂങ്ങിയിരിക്കുന്നവൻ ഈ വി.ഡി. സതീശൻ പാസ്റ്ററെ കണ്ടപ്പോഴേക്കും അങ്ങ് വൈബ്രേഷനായി. ഈ ജനം എത്രമാത്രം ചതിക്കപ്പെട്ടിരിക്കുന്നു, ഈ ജനം എത്രമാത്രം വീണുപോയിരിക്കുന്നു. അയാളാ പറഞ്ഞതും തെറ്റാ, അത് ഇംഗ്ലീഷിലെടുത്ത് വായിച്ചു നോക്കണം, അപ്പോഴേ മനസ്സിലാവൂ. നീ ദൈവത്തിൻ്റെ ദാനമെന്നല്ല, ദൈവം നിനക്ക് നൽകിയ ഞാനെന്ന ദാനം, യേശുക്രിസ്തു അവിടുത്തെ ദാനം. പ്രൈസ് ദി ലോർഡ്. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. പഴയ പല പാസ്റ്റർമാരും നീയാണ് ദൈവത്തിൻ്റെ ദാനമെന്നും പറഞ്ഞ് വലിയ പ്രസംഗം പ്രസംഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആദ്യം ഈ പുസ്തകം ഒന്ന് ശരിക്കും വായിച്ചു മനസ്സിലാക്കണം അതിൻ്റെ അർത്ഥം എന്താണെന്ന്. അതിന് കഴിഞ്ഞിട്ടേ വാതുറക്കാവുള്ളൂ പ്രസംഗിക്കാൻ എന്നൊരു വിനീതമായ അഭിപ്രായം എനിക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ വി.ഡി. സതീശൻ പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ സകത്തിങ്ങി നിറഞ്ഞ ആളാ, ഭയങ്കര വൈബ്രേഷനാ. ആത്മാവില്ലാത്തവരും കൂടെ അന്ന് ആത്മാവിലാകും. ഞാൻ പഴയ കാലങ്ങൾ ഓർത്തു പോവുക. ഇത് വി.ഡി. സതീശൻ പാസ്റ്റർ മാത്രമല്ല, പിണറായി പാസ്റ്റർ പ്രസംഗിക്കാനൊരു സന്ദർഭത്തിൽ കയറുന്നത് ഞാൻ കണ്ടു. അതുപോലെ തന്നെ BJP-യിലെ ചില പാസ്റ്റർമാർ പ്രസംഗിക്കാൻ വേണ്ടി കയറുന്നത് കണ്ടു. പാസ്റ്റർമാർ വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ടെന്നേ. കൺവെൻഷൻ നടത്തുമ്പം കൺവെൻഷൻ്റെ പന്തലിന് കുഴിയെടുക്കുന്നവൻ പോലും കള്ളു കുടിക്കരുത്, വീടി വലിക്കരുത് എന്നല്ല, അവൻ രക്ഷിക്കപ്പെട്ട് ആത്മനിറവ് പ്രാപിച്ച് അന്യഭാഷകളിൽ ആരാധിച്ചുകൊണ്ട് കുഴിയെടുക്കണം എന്നൊരു വ്യവസ്ഥ പണ്ട് കേരളത്തിനുണ്ടായിരുന്നു. വീണുപോയി. ഞങ്ങൾ നിൽക്കുന്നു എന്ന ആളുകൾക്ക് തോന്നുന്നെങ്കിലും അവരെ സമർത്ഥമായി തന്ത്രപരമായി മഹാസർപ്പങ്ങൾ ശുശ്രൂഷകരുടെ രൂപത്തിൽ വന്ന് ചതിച്ച് തള്ളി താഴെയിട്ടതിന്റെ ചരിത്ര വൃത്താന്തം അവർക്ക് അറിയത്തില്ല. കാരണം ജനം ക്ഷുദ്രം ചെയ്ത് മയക്കപ്പെട്ടവരെ പോലെ ആയിപ്പോയി. ഇന്ന് രാത്രി ആത്മാവിൽ ഈ ദിവസങ്ങളിൽ ഞാൻ ശ്രമിക്കുന്നത് ആ മയങ്ങിപ്പോയ ജനത്തിൽ ദൈവത്തിനൊരു ഓഹരി കാണും എന്നാ. എല്ലാ ഒന്നും ദൈവത്തിന്റെ ഓഹരിയൊന്നുമല്ല. കാരണം തൊട്ടടുത്ത് ഇതുപോലൊരു പരിപാടി നടക്കുമ്പം ആ പരിസരത്തോട്ടൊന്ന് എത്തി നോക്കുക പോലും ചെയ്യാത്ത ആളുകൾ, അതും ഇത് നടത്തുന്ന സഭയുടെ അകത്തുണ്ടെങ്കിൽ, ഇത് നടത്തുന്ന സഭയും സഭകളും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, അവർക്കകത്ത് തന്നെ, അതിനകത്ത് തന്നെ ഈ ഭാഗത്തോട്ട് എത്തി നോക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ കാര്യം പോക്ക. വിഷമം തോന്നിയിട്ട് കാര്യമില്ല. സ്തോത്രം. നാളെ നിങ്ങളുടെ ദശാംശം മേടിക്കാൻ ഞാൻ വരുന്നില്ലല്ലോ, എനിക്ക് പറയാമല്ലോ.
അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ദേശത്തെ സന്ദർശിക്കുമ്പോൾ ദേശത്തെ സന്ദർശിച്ച് നനയ്ക്കുന്നതിന് വേണ്ടിയുള്ള പിന്മഴയുടെ വചനം വെളിപ്പെടുത്തുന്നിടത്ത് വന്നിരുന്ന് അത് പ്രാപിച്ച് ഒരുക്കപ്പെട്ട് മുമ്പോട്ട് പോകാൻ തയ്യാറായിരിക്കണം. ഈ കെട്ടിയടച്ച തോട്ടം എന്താണെന്ന് മനസ്സിലായല്ലോ. അക്കാര്യത്തിലൊക്കെ ഞാൻ മറ്റ് ചില ക്രിസ്തീയ സംഘടനകളുടെ നയത്തെ അഭിനന്ദിക്കുകയാണ്. എത്ര വലിയ പുള്ളിയാണെങ്കിലും പുരോഹിതൻ നിൽക്കുന്ന സ്ഥലത്ത് കയറാൻ തീയല, സമ്മതിക്കുകയല്ല. എത്ര വലിയ പുള്ളിയാണെങ്കിലും അവൻ താഴെ നിന്നാൽ മതി. നമുക്കങ്ങനൊരു നയം വേണം. വേദിയിൽ നിൽക്കേണ്ടത് അഭിഷിക്തന്മാരാ, ദൈവവചനം എടുക്കേണ്ടത് അഭിഷിക്തന്മാരാ, അല്ലാതെ രാഷ്ട്രീയക്കാരല്ല. സ്തോത്രം. തോട്ടം ഇവിടുത്തെ സഭകൾ കെട്ടിയടച്ച തോട്ടങ്ങളാണോ? സഭാവിശ്വാസിയുടെ ടാലന്റുകൾ ലോകത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പ്രിയമുള്ളവര്, ഈ ഞായറാഴ്ച നമുക്ക് വളരെ അഭിമാനകരമായിരിക്കുന്നത് ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ചയുടെ നടുവിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു പ്രത്യേക സന്തോഷ വാർത്ത, കുഞ്ഞുഞ്ഞമ്മ മോനും കൂടെ ഒന്ന് മുമ്പോട്ട് വന്ന് നിന്നാട്ട. കുഞ്ഞുഞ്ഞമ്മ സൗകര്യം മോനെ വിളിച്ച് മുമ്പോട്ട് വരുത്തി നിർത്തി. നമ്മുടെ ഈ മോനെ നിങ്ങൾ അറിയാം. കാരണം അവനെ ഇപ്പൊ TV കാണാം. റിയാലിറ്റി ഷോയിൽ എന്ത് ചെയ്യുക? പാടുക. സഭയ്ക്ക് വലിയ അഭിമാനം. നമ്മുടെ സഭയുടെ അഭിമാനതാരമായ പ്രിയപ്പെട്ട റിയാലിറ്റി ഷോയിൽ പാടുന്നതിന് എന്താ ഭാഷ കുഴപ്പമുണ്ട് ഭാഷ. കാരണം റിയാലിറ്റി ഷോയിൽ യേശുക്രിസ്തുവിനെ വാഴ്ത്തുന്ന മത്സരം നടത്തുന്നത് ആണെങ്കിൽ പാടാം. അവിടെ ലോകത്തെ പ്രകൃതിരിക്കുന്ന പാട്ടുകൾ മാത്രമേ ഉള്ളൂ. കാരണം ഇതൊക്കെ ഹ്യൂമനിസ്റ്റിക് ബേസിലാണ് എഴുതപ്പെട്ടത്. പിന്നെ അപൂർവം ചില ക്രിസ്തീയ ഭക്തിഗാനങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നല്ല പാട്ട് എവിടെ കിടക്കുന്നേ? ക്ലാസിക്കലി കറക്റ്റായ പാട്ട് കിടക്കുന്നത് ഹൈന്ദവ ദേവീ ദേവന്മാരെ വർണ്ണിക്കുന്ന പാട്ടുകളാണ്. നിങ്ങൾക്കറിയാമല്ലോ, സംഗീതം പഠിക്കുന്നവർ സംഗീതം പഠിക്കാൻ പോകുന്നതിനൊരു അപകടമുണ്ട്. സംഗീതം പഠിക്കാൻ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ വരിശകൾ കൊണ്ട് പണി നിർത്തണം. വരിശകൾ എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ ഓരോ പഠിക്കുന്ന ത്രോട്ട് ശരിയാക്കുന്ന പരിപാടിയാണ് വരിശകൾ. സരഗമ പധനിസ എന്നിങ്ങനെ അങ്ങനെ പല രാഗങ്ങളിൽ അത് വേറെ വേറെ കിടക്കും. സരി ഇങ്ങനെ പല സൈസ് രീയുണ്ട്. സ്തോത്രം. രാഗങ്ങൾ മാറുന്നതനുസരിച്ച് ഈ സ്വരസ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ചിലർ ചോദിക്കും, ഇതൊക്കെ പിശാചിന്റെ അല്ലയോ? സ്വരങ്ങളൊക്കെ പിശാച് അങ്ങനെ പഠിച്ചു വെച്ചവരുണ്ട്. അല്ല, സ്വരങ്ങൾ പ്രകൃതിയിൽ നിന്ന് എടുത്തതാണ്. പണ്ഡിതന്മാർ പ്രകൃതിയിൽ നിന്ന് എടുത്തതാ. ഷഡ്ജം സ മയിലിന്റെ ശബ്ദത്തിൽ നിന്ന് എടുത്തതാ. ഋഷഭം രീ കാളയുടെ ശബ്ദത്തിൽ നിന്ന്, പശുവിന്റെ ശബ്ദത്തിൽ നിന്ന് എടുത്തതാ. യെസ്. ഗ ഗാന്ധാരം ആടിന്റെ ശബ്ദത്തിൽ നിന്ന് എടുത്തതാ. മ ഇങ്ങനെ ഓരോ സ്വരവും പ്രകൃതിയിൽ നിന്നെടുത്ത് കൂട്ടി യോജിപ്പിച്ച. അപ്പൊ ദൈവ സൃഷ്ടിയായ പ്രകൃതിയുടെ ശബ്ദ പ്രതിബിംബമാണ് ശരിക്ക് സംഗീതം. അതിന്റെ പ്രതിഫലനമാണ്. ഞാൻ സമ്മതിക്കൂല ഭാഷ അങ്ങനെ പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ അപ്പാച്ചന്മാർ അങ്ങനെ പറഞ്ഞു തന്നെ. അത് നിങ്ങളുടെ സൗകര്യം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം, മേലെ മലയാളം പറയരുത്. ഈ മലയാളം എവിടുന്നാ വന്നതെന്നൊരു ഐതിഹ്യമുണ്ട്, അറിയാവോ? ശിവൻ താണ്ഡവമാടുമ്പം ആ വ്യക്തിയുടെ ഉടുക്കിൽ നിന്ന് തെറിച്ചു വീഴുന്ന ശബ്ദമാണ് മലയാള അക്ഷരങ്ങൾ ഖ ഖ ഗ ഖ. അപ്പൊ പിന്നെ നമ്മൾ മലയാളം പറയാൻ പറ്റുകയില്ല അത്തരം കാര്യങ്ങൾ നോക്കിയാൽ. അപ്പൊ സംഗീതം എന്ന് പറയുന്നത് പ്രകൃതിയിലെ ശബ്ദങ്ങളെ കൂട്ടിയോജിപ്പിച്ച് തന്നതാ. നമ്മുടെ പഴയ പാട്ടുകൾ മുഴുവൻ ഏതെങ്കിലും രാഗത്തിലാണ് കിടക്കുന്നത്. നമ്മൾ രാഗമൊന്നും പഠിക്കേണ്ട കാര്യമില്ല. സംഗീതം പഠിച്ച് മുമ്പോട്ട് പോകുമ്പോൾ വരുന്ന പ്രശ്നം, ഈ സ്വരങ്ങളുടെ ആലാപനങ്ങളുടെ എക്സർസൈസിന്റെ കാലം കഴിഞ്ഞാൽ പിന്നീട് ദേവീദേവന്മാരെ സ്തുതിക്കുന്ന പാട്ടുകളാണ്. അങ്ങോട്ട് പോകുമ്പോഴാണ് അപകടം. അതിനു മുമ്പ് പഠിച്ചിരിക്കണം.
നമ്മളങ്ങനെ സംഗീതം പഠിക്കാൻ പോകുന്ന ആളല്ല, ജന്മനാ ഉള്ള സിദ്ധിയാണ്. ശരിയാ, പക്ഷെ ആ ജന്മനാ ഉള്ള സിദ്ധിയിൽ സ്വരസാധ്യതകൾ തൊണ്ടയിൽ വരണമെങ്കിൽ ഈ സ്വരങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തൊണ്ട തെളിയണം. അതുകൊണ്ട് ജന്മനാ സിദ്ധിയുള്ള മികച്ച ഗായകരുടെ പാട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ആ പാട്ടുകളിലൊക്കെ ചില ഇടങ്ങളിലൊക്കെ ചതഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയും, ചില ഇടങ്ങളിലൊക്കെ ശ്രുതി ചേരാതെ നിൽക്കുന്നത് കാണാൻ കഴിയും, ചില സ്വരങ്ങളുടെ വേവ് ലെങ്ത് ചെന്ന് കംപ്ലീറ്റ് ആകാത്തത് കാണാൻ കഴിയും. സ്തോത്രം. അതേസമയം നന്നായിട്ട് അവരൊന്ന് പ്രാക്ടീസ് ചെയ്താലോ അവരുടെ തൊണ്ട തുറക്കും, സൗണ്ടിൻ്റെ റേഞ്ച് മാറും, പാട്ട് അതിമനോഹരമാകും. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. പാടുന്നവർക്ക് നന്നായി പാടാൻ സ്വരങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതൊരു ദേവൻ്റെയും ദേവിയുടെയും വകയല്ല, അത് ദൈവത്തിൻ്റെ വകയാണ്, അത് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഭാഗമാണ്. അപ്പൊ പുറത്തു പോയിട്ട് സിനിമയ്ക്ക് വേണ്ടി പാടുമ്പം, റിയാലിറ്റി ഷോയിൽ ശാസ്ത്രീയ സംഗീതം ദേവീദേവന്മാരെ വർണ്ണിച്ചുകൊണ്ട് പാടുമ്പം ഈ കുട്ടിയെ സഭ അവരുടെ അഭിമാനത്തോടെ ഉയർത്തരുത്. അത് പറഞ്ഞാൽ അനുസരിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കുറ്റപത്രം വായിക്കുന്ന പണിയാണെന്ന്. ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇത് തെറ്റാണെന്ന് പറയണം. നിന്റെ ഫലം ലോകത്തിൽ കായ്ക്കാനുള്ളതല്ല, നിന്റെ ഫലം കർത്താവിൻ്റെ ഓഹരിക്കായി കായ്ക്കാനുള്ളതാ. അത് കർത്താവിന് വേണ്ടി വെളിപ്പെടാനുള്ളതാ, അത് ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടാനുള്ളതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് കർശനമായ അതിർത്തിക്കകത്ത് നിർത്തണം. അങ്ങനെ ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവം സംസാരിക്കുന്നത് പോലെ സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മഹാസർപ്പം സംസാരിക്കുന്നത് പോലെ സംസാരിക്കരുത്. നമുക്കെല്ലാവർക്കും ഈ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹം മനോഹരമായ പാട്ടുകളൊക്കെയും പാടി ഈ പ്രാവശ്യത്തെ സമ്മാനം അദ്ദേഹം മേടിക്കുന്ന അനുഭവം ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിന് എന്ത് ചെയ്യാൻ കഴിയുമല്ലോ. കർത്താവിന് ഇത് കേൾക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഞാൻ ആലോചിക്കുന്നത്. ക്രൈസ്തലോ പുറത്തു പോയി കായ്ക്കാനുള്ളതല്ല. നിന്റെ മകൻ നിന്റെ മകൾ ഓണത്തിന് മാവേലിയായിട്ട് വേഷം ഇടരുത്. സ്കൂളിലെ വലിയ അഭിമാന ചിലർക്ക്. അതുപോലെ തന്നെ സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ സ്തോത്രം മറ്റേ പീലി ഒന്നും വെച്ചുകൊണ്ട് കളിക്കരുത്. തിരിയുന്നുണ്ടോ? അത്തരം പൈശാചികമായ സകല അടയാളങ്ങളിൽ നിന്നും അത്തരം സകല കാര്യങ്ങളിൽ നിന്നും മാറി വേർപാടാചരിച്ച് കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നു എന്ന് ഹൃദയത്തിൽ ധ്യാനിച്ചും കൊണ്ട് മുമ്പോട്ട് പോകുന്നത് ദൈവസഭ. ഫലം ദൈവത്തിനാ. മുദ്രയിട്ടിരിക്കുന്ന കിണറ, ഇത് ദൈവത്തിനാ. ഈ മരങ്ങൾ കായ്ക്കുന്നെങ്കിൽ അത് ദൈവത്തിനാ. നമുക്ക് ക്രൈസ്തവ സംഗീത രംഗത്ത് ടാലന്റഡായ അധികം ആളുകളില്ല. ടാലന്റഡായ ആളുകളുണ്ട്, പക്ഷെ അവർ വേണ്ടത്ര പരിശീലനവും പ്രോത്സാഹനവും ലഭിക്കാത്തത് കൊണ്ട് അവർക്ക് അതിൻ്റെ കൃത്യതയിൽ അത് ചെയ്യാനാകുന്നില്ല. പലരും ജീവിത പ്രശ്നങ്ങളുമായി മല്ലിട്ടാ ജീവിക്കുന്നത്. എന്തെങ്കിലും അവിടെ നിൽക്കട്ടെ. മറ്റൊന്ന്, ഈ ടാലന്റ് പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള വേറൊരു രംഗം സിനിമാ രംഗമാണ്. പെന്തക്കോസ്തിനകത്തുനിന്ന് സിനിമക്കാർ പലരും വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്തിനകത്തുനിന്ന് സിനിമാക്കാർ പലരും വന്നിട്ടുണ്ട്. വേദപുസ്തകം ശ്രദ്ധിച്ച് നമ്മൾ വായിച്ചാൽ, ചില പ്രവചനങ്ങളൊക്കെ ശ്രദ്ധിച്ച് വായിച്ചാൽ, ഇന്നത്തെ ചലച്ചിത്രങ്ങളുടെ ഷോട്ടുകൾ അറേഞ്ച് ചെയ്യുന്നത് ചില പ്രവചന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പാറ്റേണിലാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ദൈവമാണ് ആദ്യം വീഡിയോ ഉണ്ടാക്കിയ ആള്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ എഴുത്തുകാരനായ യോഹന്നാന് ദൈവമുണ്ടാക്കിയ വീഡിയോ പ്രദർശിപ്പിക്കുകയായിരുന്നു. അതൊരു വീഡിയോ ആണ്, അതൊരു ചലച്ചിത്രമാണ്. അതുപോലെ പ്രവാചകന്മാർ പലരും കണ്ടത് അത്തരം ദൈവമുണ്ടാക്കിയ വീഡിയോയുടെ കാഴ്ചകളാണ്. അപ്പൊ ദൈവമാണ് ഇതുണ്ടാക്കിയതെങ്കിൽ, ഇതുണ്ടാക്കാനുള്ള ടാലന്റ് ഉണ്ടെങ്കിൽ അത് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. ചുമ്മാ ഒരു പ്രയോജനവും ആർക്കുമില്ലാതെ കെട്ടിയിട്ടിരിക്കുന്ന വലിയ നോട്ടുകെട്ടുകളുടെ മണ്ടയിൽ അടയിരിക്കുന്ന വിശ്വാസികൾ നല്ല സർഗാത്മകതയുള്ളവരെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് യേശുക്രിസ്തുവിന് മഹത്വം ഉണ്ടാകത്തക്ക വിധത്തിലുള്ള തിരക്കഥകൾ തയ്യാറാക്കി അവൻ്റെ നാമത്തിന് ഏറെ മഹത്വം വരുന്ന വിധത്തിലുള്ള പ്രൈസ് ദി ലോർഡ് കഥാരൂപങ്ങളെ തയ്യാറാക്കി ഇതുണ്ടാക്കാം. എല്ലാവർക്കും ഒന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞോണമെന്നില്ല. ഉണ്ടാക്കണം. ദൈവത്തിൻ്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അല്ലാതെ അത് പുറത്തുപോയി ചെയ്യല്ല വേണ്ടത്.
അത് സാത്താന് വേണ്ടി ഭൗതിക രസപ്രധാനമായ ഒരു മേഖലയ്ക്ക് വേണ്ടി അത് വിനിയോഗിക്കുകയല്ല ചെയ്യേണ്ടത്. അതുവഴി ധനമുണ്ടാക്കാൻ ശ്രമിക്കുകയല്ല ചെയ്യേണ്ടത്. നീ ദൈവത്തിൻ്റെ സഭയുടെ ഭാഗമാണെങ്കിൽ നീ മുദ്രയിട്ടിരിക്കുന്ന കിണറാണ്. നീ ദൈവത്തിൻ്റെ സഭയുടെ ഭാഗമാണെങ്കിൽ നീ ആയിരിക്കുന്നത് കെട്ടിയടച്ച തോട്ടത്തിനകത്താണ്. ആ തോട്ടത്തിനകത്ത് തോട്ടത്തിൻ്റെ ഉടമസ്ഥനാണ് നിന്റെ ഫലം പ്രയോജനപ്പെടേണ്ടത്, അതിലെ വെള്ളം പ്രയോജനപ്പെടേണ്ടത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. സമയം വളരെ മുമ്പോട്ട് പോയി. എൻ്റെ വാക്കുകളെ ഞാൻ ഇന്ന് രാത്രി ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത 2 ദിവസങ്ങൾക്കകത്ത് ഞാൻ എന്ത് പറഞ്ഞു തീർക്കുമെന്ന് എനിക്കറിയത്തില്ല. കണ്ടോ, മഹദിയാം ബാബിലോൺ എന്ന മഹാവേശ്യ ക്രൈസ്തവ ലോക ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ വ്യാപരിച്ചു വരുന്ന ആ മർമ്മത്തെ തകർത്ത് കളഞ്ഞിട്ട് ആ നഗരത്തെയും ആ നഗരത്തിൻ്റെ പേരിൽ രൂപപ്പെട്ട് ചരിത്രാതീത കാലം മുതൽ നിലനിൽക്കുന്ന ആ സാത്താന്യ സംരംഭത്തെയും തകർത്ത് കളഞ്ഞിട്ട് സ്വർഗത്തിലെ ദൈവം തൻ്റെ കെട്ടിയടച്ച തോട്ടത്തെ മാത്രം തൻ്റേതാക്കി എടുക്കുന്ന ദിവസങ്ങളിലേക്ക് ലോകം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ആ സഭ എടുക്കപ്പെട്ടതിന് ശേഷമാണ് പ്രൈസ് ദി ലോർഡ് സ്തോത്രം 3-ാം ലോക മഹായുദ്ധം വരുന്നത്. അതിനുശേഷമാണ് ഈ മൃഗം കയറി വരുന്നത്. ഈ 2 കൊമ്പുള്ള കുഞ്ഞാടിനെ പോലെ സംസാരിക്കുന്ന മൃഗം കയറി വരുന്നത്. അതോടനുബന്ധിച്ചാണ് എതിർ ക്രിസ്തുവിന്റെ ഭരണമെന്ന ഏക ലോക ഭരണ വ്യവസ്ഥിതി വരുന്നത്. അതിനുശേഷമാണ് ഒടുവിലത്തെ സ്തോത്രം, ആ ഘട്ടത്തിലെ ഒടുവിലത്തെ യുദ്ധമായ ഹർമഗദോൻ യുദ്ധം വരുന്നത്. ആ ഹർമഗദോൻ യുദ്ധത്തിൽ നേരിട്ടാണ് കർത്താവ് ഇടപെടുന്നത്. അവൻ വരികയാണ് എന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവൻ ആ യുദ്ധം നേരിട്ട് കൈകാര്യം ചെയ്യാൻ, അവൻ ഒറ്റയ്ക്ക് ആ യുദ്ധത്തിൽ പൊരുതുവാൻ, ആ യുദ്ധത്തിലെ ആത്യന്തിക വിജയം തൻ്റേത് മാത്രമാക്കി തീർത്ത് താൻ എത്ര വല്ലഭത്വമുള്ളവനാണെന്ന് പ്രപഞ്ചത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള വരവ നമ്മൾ വായിച്ചു തുടങ്ങിയത് ആദ്യം തന്നെ. അതിനിടയിൽ നടക്കേണ്ട കാര്യങ്ങളാണിത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ട്? പ്രൈസ് ദി ലോർഡ്.